നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ ഈ ഒരു പേപ്പറിൽ 3 ബ്ലോക്കുകളാണുള്ളത്. ഓരോ ബ്ലോക്കിലും ഫസ്റ്റ് ബ്ലോക്കിൽ 3 യൂണിറ്റ് ആണ്, സെക്കൻഡ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്, തേർഡ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ്, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂള് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഏകദേശം 1 മണിക്ക് മുമ്പായിട്ട് 2 ബ്ലോക്കുകൾ പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് റിലാക്സ് ആയിട്ട് ബ്ലോക്ക് 3 പറയാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, അങ്ങനെ ചെയ്യാം. റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഇംപ്രൂവിങ് ദ ബേസിക്സ് എന്നുള്ളതാണ് അല്ലേ. ഈ ഒരു പേപ്പറിൻ്റെ പേര് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കില്ലാണ്. സ്കില്ല് തന്നെയാണ്, നമ്മൾ പറഞ്ഞതാണ്. ഒരു ഭാഷയിൽ പ്രധാനമായിട്ടും 4 സ്കില്ലുകൾ LSRW നമ്മൾ പറഞ്ഞതാണ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ അതുപോലെ വരുന്ന ഒരു സംഗതിയാണ് സ്റ്റഡി സ്കിൽ എന്ന് പറയുന്നത്. സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണ്? റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽ എന്നുള്ളതാണ്. അതിൽ ബ്ലോക്ക് നമ്പർ 1 ഇംപ്രൂവിങ് ദ ബേസിക്സ് എന്ന് പറയുന്ന ബ്ലോക്ക് നമ്പർ 1. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ, അനലിറ്റിക്കൽ, ഇന്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് എന്നുള്ളതാണ് ടൈറ്റിൽ കൊടുത്തത്. ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, കേൾക്കുന്നില്ല? ഒന്നാമത്തേത് സ്ട്രാറ്റജീസ് ഫോർ റീഡിംഗ് ക്രിട്ടിക്കലി എന്നുള്ള ഒരു സംഗതിയാണ്. ഈ തവണ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട്ബുക്കിലേക്ക് കണ്ടൻസ് കുറവായതുകൊണ്ട്, അതായത് എനിക്ക് ടൈറ്റിൽസ് കിട്ടിയാൽ മതി, ബാക്കി എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കൂടിയും ഒരു ഫ്ലുവൻസി ഫീൽ ചെയ്തത് ആ ഫേസ്റ്റിലെ ക്ലാസ് ആയിരുന്നു. കാരണം ഞാൻ പ്രത്യേക നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ എൻ്റെ കൈയക്ഷരങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ എഴുതിയതാണ്, എൻ്റെ കൈയക്ഷരങ്ങളാണ്. പിന്നെ കൂടാതെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് സ്വന്തമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുമ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ പേപ്പർ ഞാൻ എന്തുകൊണ്ട് എഴുതിയിട്ടില്ല, നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടില്ല എന്നുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ കട്ടി കണ്ടപ്പോൾ തന്നെ അത് ഞാൻ എഴുതാൻ നിന്നാൽ എനിക്ക് കൂടുതൽ റെഫർ ചെയ്യാനുള്ള സമയം കിട്ടൂല, കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിലേക്ക് പകർത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജീസ് ഫോർ റീഡിംഗ് ക്രിട്ടിക്കലി എന്നുള്ള ഒരു സംഗതിയാണ്. ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ട്രാറ്റജീസ്, എന്തെല്ലാം ഉപാധികൾ, എന്തെല്ലാം മെത്തേഡ്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ട്. റീഡിംഗ് ക്രിട്ടിക്കലി, ഒരു ടെക്സ്റ്റ് ക്രിട്ടിക്കലി വായിക്കാൻ വേണ്ടിയിട്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്ട്രാറ്റജീസ്, എന്തെല്ലാം മെത്തേഡ്സ് കാര്യങ്ങളാണ്, പ്ലാൻസ് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് കുറേ ഉണ്ട്, ഏകദേശം 10 or 12 ഒക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യത്തെ 5 എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് അനോട്ടേറ്റിംഗ് എന്നുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റിംഗ് യുവർ റിയാക്ഷൻസ് ടു എ ടെക്സ്റ്റ്, യുവർ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ക്വസ്റ്റ്യൻസ് ആസ് യു റീഡ് അലോങ്. നമ്മൾ വായിക്കുന്ന സമയത്ത്, നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? റൈറ്റിംഗ് യുവർ റിയാക്ഷൻസ് ടു എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്ത് ചെയ്യണം? നമ്മളുടെ പ്രതികരണം, ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള പ്രതികരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എവിടെ ഏതൊരു പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുന്നു എന്നുള്ളൊരു സംഗതി. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. അനോട്ടേറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഒരു ടൈറ്റിൽ വരുന്നത് എന്താണ്? റൈറ്റിംഗ് യുവർ റിയാക്ഷൻസ് ടു എ ടെക്സ്റ്റ്, യുവർ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ക്വസ്റ്റ്യൻസ് ആസ് യു റീഡ് അലോങ്. നമ്മളിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആ ഒരു വായിക്കുന്ന ഭാഗത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസും നമ്മുടെ റിയാക്ഷൻസും നമ്മുടെ പ്രതികരണങ്ങളൊക്കെ എഴുതി വെക്കുക. അതാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്രിട്ടിക്കലി നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാൻ, അതാണ്. ആ ടെക്സ്റ്റിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടേക്കിംഗ് ഇൻവെന്ററി എന്നുള്ള ഒരു ടൈറ്റിലാണ്. അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിസ്റ്റിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് യുവർ അനോട്ടേഷൻസ് സോ ദാറ്റ് യു ഫൈൻഡ് മീനിങ് ഫുൾ പാറ്റേൺസ്. നമ്മൾ അനോട്ടേഷൻസ് ആദ്യം പറഞ്ഞു, നമ്മൾ എഴുതി വെച്ച ആ സംഗതികൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക, പ്രത്യേക ലിസ്റ്റാക്കി പ്രത്യേക ഗ്രൂപ്പ് ആക്കുക. അല്ല മെയിൻ ഓഫ്. ഇതാണ് ടേക്കിംഗ് ഇൻവെന്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ അനോട്ടേറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ടേക്കിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് പരസ്പരം ഏകദേശം കണക്റ്റഡ് ആണ്. ഇതിലാവുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ എഴുതി വെച്ച സംഗതികളാണ് പ്രത്യേക ലിസ്റ്റുകളും ഗ്രൂപ്പുകളും ആക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ തേർഡ് ലൈൻ ഔട്ട്ലൈനിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിസ്റ്റിംഗ് ദ ടെക്സ്റ്റ് മെയിൻ ഐഡിയാസ് ആസ് വെൽ ആസ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. പ്രധാനപ്പെട്ട ആ ഒരു ടെക്സ്റ്റിലുള്ള പ്രധാനപ്പെട്ട സംഗതികൾ ഒരു ഔട്ട്ലൈൻ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ,
ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ടെക്സ്റ്റിലുള്ള പ്രധാന കാര്യങ്ങൾ പിന്നെ എഴുതി വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സമ്മറൈസിങ്. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മളെന്താണ് ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ എന്താണ് അതിൻ്റേതായിട്ടുള്ള മെച്ചം മേന്മ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മൾ ക്രിട്ടിക്കലി റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് തന്നെ എന്താണ്, ഒരു എക്സാമ്പിളാണ്. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചു എന്ന് പറയുന്നത് ഒരു എന്താണ്, ഈ ടെക്സ്റ്റിനെ റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജിയാണ്. മനസ്സിലായോ? ഓക്കെ. പിന്നെ 4th വൺ എന്ന് പറയുന്നത് സമ്മറൈസിങ് ആണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാക്ടിങ് ദ മെയിൻ ഐഡിയാസ്, പ്രധാനപ്പെട്ട ഐഡിയാസ് മാത്രം എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരു സെൻസ് തന്നെയാണ് അവിടെയും വരുന്നത്. പിന്നെ ഇത് ഏകദേശം നമുക്ക് എന്താണ് ഒക്കെ സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ സ്ലൈറ്റ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതുപോലെ ഇംഗ്ലീഷിൽ ലുക്ക് എന്നുള്ള വാക്കുണ്ട്, സ്റ്റാർ ഉണ്ട്, ഗേസ് ഉണ്ട്, ഇതൊക്കെ നോക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ക്യാൻ സീ ദാറ്റ് ദെയർ ആർ സം സ്ലൈറ്റ് ഡിഫറൻസസ് അല്ലേ. ആ നോട്ടത്തിൽ എന്താണ് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള നോട്ടത്തിനെയാണ് നമ്മൾ ഗേസ് എന്ന് പറയുക, ഇത്തരത്തിലുള്ള നോട്ടത്തിനെ നമ്മൾ സ്റ്റാർ എന്ന് പറയും. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നോക്കുക, തുറിച്ചു നോക്കുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കാറില്ലേ. അത് ഒക്കെ നോക്കൽ തന്നെയാണ്, പക്ഷെ എന്താണ് സ്ലൈറ്റ് ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പോയിന്റ്സ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, ഏകദേശം എന്താണ് സെയിം ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ടു ദ ഡീറ്റെയിൽ വി ക്യാൻ സീ ദാറ്റ് ദെയർ ആർ സ്ലൈറ്റ് ഡിഫറൻസസ്. ഓക്കെ. ദെൻ ഞാൻ പറയുന്നത് സിന്തസൈസിങ് എന്നുള്ള ഒരു പോയിന്റ്, അതായത് ഇൻ്റഗ്രേറ്റിംഗ് യുവർ ഓൺ ഐഡിയാസ് വിത്ത് ഇൻഫോർമേഷൻ ലേൺ ഫ്രം അതർ സോഴ്സസ്. നമ്മൾ മറ്റുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു ഇൻഫോർമേഷൻ്റെ കൂടെ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളും കൂടി അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, സിന്തസൈസിങ് എന്ന് പറയാം. അപ്പോൾ പിന്നെ ഏകദേശം 10-12 പോയിന്റ്സ്, സ്ട്രാറ്റജീസ്, റീഡിങ് ക്രിട്ടിക്കലി അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന 12ഓളം സ്ട്രാറ്റജീസ് ടെക്സ്റ്റിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ പ്രധാനപ്പെട്ട 5 ഐറ്റംസ് ആണ് പറഞ്ഞത്. ബാക്കി നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു യൂണിറ്റിൽ നമ്മൾ പറയേണ്ട മറ്റൊരു സംഗതി ടൈറ്റിൽ തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ എന്നുള്ളതാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, തിങ്കിങ് സ്ട്രാറ്റജീസ് ഫോർ റീഡിങ് ക്രിട്ടിക്കലി. റീഡിംഗ് എന്നാണ് നമ്മൾ ചോദിച്ചത്, റീഡിങ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ. റൈറ്റർ ആകുമ്പോൾ പിന്നെ ഒരു ക്രിട്ടിക്കൽ റൈറ്റർ, അവിടെ വരുന്ന ആ ഒരു തിങ്കിങ്, തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. യു ഹാവ് ടു ബിക്കം യുവർ ടഫസ്റ്റ് റീഡർ ക്രിട്ടിക് എന്നുള്ളതാണ് ഒരു സംഗതി. അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ എഴുതുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ക്രിട്ടിക്ക് ഞാൻ തന്നെ ആവണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഞാൻ എഴുതിയത് എന്ത് ചെയ്യണം, ആദ്യം റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, റീഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ്, പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ വായിച്ച് നോക്കണം. ഐ ഹാവ് ടു ബിക്കം മൈ ഓൺ ക്രിട്ടിക്. എൻ്റെ തന്നെ ക്രിട്ടിക് ഞാൻ തന്നെയാണ്, റൈറ്റർ ഞാൻ തന്നെയാണ്. ക്രിട്ടിക്കാരെ ക്രിട്ടിക്കാവുക, റീഡറല്ലേ ക്രിട്ടിക്ക് അല്ലേ. ഞാൻ എഴുതിയൊരു വർക്കിനെ ആരാ ക്രിട്ടിസൈസ് ചെയ്യുക, അത് വായിച്ചിട്ട് വായനക്കാരാണ് ക്രിട്ടിസൈസ് ചെയ്യുക അല്ലേ. ഇവിടെ എന്താണ്, റൈറ്റർ ഹിംസെൽഫ് ഹാസ് ടു ബിക്കം ദ ക്രിട്ടിക് എന്നുള്ളതാണ്. എൻ്റെ വർക്കിൻ്റെ നല്ലൊരു ക്രിട്ടിക് ഞാൻ തന്നെ ആവണം എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ. നമ്മൾ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ വക കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും, പയ്യെ മനസ്സിലാവും. അവിടെ എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ വർക്കിൻ്റെ, ഞാൻ എഴുതിയൊരു ടെക്സ്റ്റിൻ്റെ വർക്കിൻ്റെ ക്രിട്ടിക് ആരാവണം, ഞാൻ തന്നെ ആവണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഒന്ന് വായിച്ചു നോക്കണം. അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ അതിനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഈവൻ ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മളൊരു ലെറ്റർ നമ്മളൊരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുകയാണെങ്കിലും നമ്മൾ എഴുതിയതിന് ശേഷം ഒരിക്കലും ഡയറക്റ്റായിട്ട് അതിലേക്ക് കൊടുക്കരുത്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് ബിഫോർ ഗിവിംഗ് യു ഹാവ് ടു റീഡ് വൺസ്. കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വായിച്ച് നോക്കണം. ഈവൻ വൈൽ വി ആർ സിറ്റിംഗ് ഇൻ ദ എക്സാമിനേഷൻ ഹോൾ, നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ജനറൽ പേപ്പർ നിങ്ങൾ പറഞ്ഞു വരുന്നവരോട് 2 ക്ലാസ് നടക്കുന്നത് കൊണ്ടേ അവർ ഏത് ഉദ്ദേശിച്ചിട്ടാണോ എന്നത് അറിയില്ല. റൈറ്റ്. ഇപ്പോൾ എക്സാം പോയിന്റ്, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുകയാണ്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതി കഴിഞ്ഞ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ബിഫോർ യു ആർ ഗിവിംഗ് യുവർ ആൻസർ ഷീറ്റ് ടു ദ ഇൻവിജിലേറ്റർ, വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു റീഡ് ഓൾ യുവർ ആൻസേഴ്സ് വൺസ്. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ബെല്ലടിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചെക്ക്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ.
പ്രത്യേകിച്ച് നമ്മൾ SSLC എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു പബ്ലിക് എക്സാം എഴുതുകയാണ്. അപ്പോൾ പ്രത്യേക കോച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇല്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ ശരിയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്ന് പറയും. പിന്നെ നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് പോകണം. നിങ്ങളെല്ലാം ആൻസർ കഴിയുമെങ്കിൽ ഒരു തവണ വായിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം എന്താ സംഗതി മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മൾ എഴുതിയ സംഗതി നമ്മൾ തന്നെ ഒരു തവണ വായിച്ച് നോക്കണം എന്നുള്ള ആ ഒരു സെൻസാണ് വരുന്നത്. യു ഹാവ് ടു ബിക്കം യുവർ ടഫസ്റ്റ് റീഡർ ക്രിറ്റിക് എന്നുള്ളൊരു സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് ഒക്കെ ഞാൻ നിങ്ങളുടെ ഈ ഒരു പേപ്പറിലൂടെ പോയ സമയത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ചില സെൻറ്റൻസുകളാണ് ഞാൻ ഇതിലേക്ക് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിക്കുന്ന ഒട്ടുമിക്ക സെൻറ്റൻസും ഇത് തന്നെയാണ്, ഈ ടെക്സ്റ്റിൽ കാണാവുന്ന സെൻറ്റൻസുകളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? You have to become your toughest reader critic. That is objectively review what you have written at every stage. അപ്പോൾ ഓരോ സ്റ്റേജ് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഴുതുന്ന സമയത്ത് ഓരോ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് വായിച്ചിട്ട് അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം, പോരായ്മകൾ നികത്തണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഈ ഒബ്ജക്റ്റീവ്ലി ഇപ്പോൾ ഒബ്ജക്റ്റീവ്ലി എന്നുള്ള വാക്ക് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്നുള്ള സംഗതിയുണ്ട് അസസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒബ്ജക്റ്റീവ് ആകുമ്പോൾ ബയാസ് ഉണ്ടാവില്ല, സബ്ജക്റ്റീവ് ആകുമ്പോൾ ബയാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഒബ്ജക്റ്റീവ്ലിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആര് എഴുതിയതാണ്? ഷേക്സ്പിയർ എഴുതിയതാണ്, അവരുടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് സബ്ജക്റ്റീവാണ്. എന്നാൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിനെ നോക്കുന്ന ആര് എഴുതിയതാണ്. ഹൂ ഈസ് ദ റൈറ്റർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഈസ് റിട്ടൺ, എന്താണ് എഴുതിയത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുമ്പോഴാണ് അതെന്താവുന്നത്? ഒബ്ജക്റ്റീവ് ആവുന്നത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സംഗതി, ഐ റിമെമ്പർ, ഓർക്കുന്നുണ്ടോ? ഈ ഒബ്ജക്റ്റീവ് അതുപോലെ സബ്ജക്റ്റീവ് എന്നുള്ള വാക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു ഞാൻ. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തത് ടു മൈ ഐഡിയാസ് അപ്പിയർ ക്ലിയർ നോട്ട് ഓൺലി ടു മീ ബട്ട് ഓൾസോ ടു മൈ റീഡേഴ്സ്. അതൊരു അതായത് നമ്മളോട് തന്നെ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്ററാണല്ലോ, നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും എത്തുമ്പോൾ നമ്മളൊരു പോസ് എടുത്തിട്ട് നമ്മൾ എഴുതിയ സംഗതി നമ്മൾ വായിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ക്വസ്റ്റ്യൻസ്, അതിലൊരു ക്വസ്റ്റ്യന് ഡു മൈ ഐഡിയാസ് അപ്പിയർ ക്ലിയർ നോട്ട് ഓൺലി ടു മീ ബട്ട് ഓൾസോ ടു മൈ റീഡേഴ്സ്. ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആവുന്നത് പോലെ എൻ്റെ റീഡേഴ്സിനും അത് ക്ലിയർ ആണോ, ക്ലിയർ ആവുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കേണ്ടത്. ക്ലിയർ ആണോ? യെസ്. അതായത് നമ്മൾ എഴുതിയ ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കെല്ലാം ക്ലിയർ ആയിരിക്കും. പക്ഷേ നമ്മൾ സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു വർക്ക് നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി എന്താ പറയുക? നമ്മൾ എഴുതിയ വർക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിനോ വേറെ ഏതെങ്കിലും ഒരു റൈറ്റർക്കോ കൊടുത്തു നോക്കുക. എന്നിട്ട് നിങ്ങളിതൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്ന് എന്നോടൊന്ന് പറഞ്ഞേ. എന്നിട്ട് അത് പറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം, ഇത് തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ചത്. സക്സസ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള സംഗതികൾ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ പിന്നെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആണ്, കാരണം എഴുതിയത് നമ്മൾ തന്നെയല്ലേ. പക്ഷേ ഇത് വേറൊരാൾക്ക് കൊടുത്തു നോക്കിയിട്ട് അവരോട് വായിക്കാൻ പറഞ്ഞിട്ട് അവരോട് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുമ്പോഴാണ് നമുക്ക് സംഗതി പിടി കിട്ടുക. എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ ശരിയല്ല ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ തലങ്ങളിലും പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ മാഗസിൻസ് ഒക്കെ റിലീസ് ചെയ്യാറുണ്ട്, അതിലേക്ക് നമ്മൾ ആർട്ടിക്കിൾസ് എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ റീഡേഴ്സിന് അവർക്കിത് മനസ്സിലാവുമോ എന്നുള്ളതൊക്കെ. ആ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളൊരു തവണ വായിച്ച് നോക്കിയിട്ടുണ്ടാവും. ആഫ്റ്റർ ദാറ്റ് സ്റ്റുഡൻറ് എഡിറ്റർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടാവും, ഫ്രണ്ടിനോട് വായിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ പറയാതെ വായനയിലൂടെ ഫ്രണ്ടിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയത് എന്താണ്? സക്സസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ്. അതായത് ആസ് റൈറ്റർ, ആസ് റീഡർ എന്നുള്ള ഒരു സംഗതിയാണ്. ക്രിട്ടിക്കലി ആസ് റീഡർ, ക്രിട്ടിക്കലി ആസ് റൈറ്റർ, ഈ രണ്ട് സംഗതികളാണ് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ യൂണിറ്റ് നമ്പർ 2ലേക്ക് പോവുകയാണ്. ഇതിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 3 യൂണിറ്റ്സ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവാണ് കേട്ടോ. രണ്ടാമത്തെ യൂണിറ്റിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത് ഇവിടെ നമ്മുടെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2 പേപ്പറുകളായിട്ട് ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഈവൻ നമ്മൾ പറഞ്ഞ ആ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ ഇല്ലേ, അത് ആ പേപ്പറിൽ തന്നെ എന്താണ് പലതവണ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഇതിലും വരുന്നുണ്ട്. ഇതിലും 2-3 തവണ മറിച്ച് നോക്കിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ആവർത്തിച്ച് പറയില്ല, നിങ്ങൾക്ക് അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഇനി ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ
ഇതിൽ വരുന്നത് പിന്നെ ഒന്നാമത്തെ ടൈറ്റിൽ വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വൊക്കാബുലറി എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രധാന ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആക്റ്റീവ് വോയിസിലേക്കും പാസീവ് വോയിസിലേക്കും പോകരുത്. സംഗതി മനസ്സിലാക്കണം. ഇവിടെ ആക്റ്റീവ് ഫോം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്. ആക്റ്റീവ് ഫോം എന്നുള്ളതോ പാസീവ് ഫോം എന്നുള്ളതല്ല ഉപയോഗിച്ചത്. ഫോമാണ് ഉപയോഗിച്ചതെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. വോയിസ്, ഫോം, സെന്റൻസ് എന്നൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്രാമറിൽ ആ ഒരു ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് പാസീവ് വൊക്കാബുലറി എന്നാണ് ഉപയോഗിച്ചത്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ്സ് ആണ്, പദസമ്പത്താണ് ഉദ്ദേശിച്ചത്. പദസമ്പത്ത് അല്ലേ? ഇംഗ്ലീഷ് ഭാഷ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഡിക്ഷണറിയിലുള്ള എല്ലാ വാക്കുകളും നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ വാക്കുകൾ വേണം. ഇത് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്കറിയുന്ന വാക്കുകളെ തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ആക്റ്റീവ് വൊക്കാബുലറി, രണ്ട് പാസീവ് വൊക്കാബുലറി. വൊക്കാബുലറി ഉണ്ടല്ലോ, വേർഡ്സ്. നമുക്കറിയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ നമുക്കറിയുന്ന വാക്കുകളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ആക്റ്റീവ് വൊക്കാബുലറി, സെക്കൻഡ് വൺ ഈസ് പാസീവ് വൊക്കാബുലറി. അപ്പോൾ ഈ ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെയുണ്ട്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. അതിൻ്റെ യൂസേജ് എനിക്ക് നന്നായിട്ട് അറിയാം, അതിൻ്റെ സ്പെല്ലിംഗ് അറിയാം, മീനിങ് അറിയാം, ഒക്കെ അറിയാം. എൻ്റെ സംസാരത്തിലും എൻ്റെ എഴുത്തിലും ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചോളണമെന്നില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ ഉപയോഗിച്ചോളണമെന്നില്ല. അതായത് ഒരു വ്യക്തിക്ക് സ്പെല്ലിങ്ങും മീനിങ്ങും യൂസേജ് ഒക്കെ നന്നായിട്ട് അറിയാം. അത് റെഗുലറായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ, അത് റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും റെഗുലറായിട്ട് വരുന്ന അത്തരത്തിൽ ആക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, ബ്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെയാണ് എന്ത് പറയാ? ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയാം. എന്നാൽ പാസീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇംഗ്ലീഷിലുള്ള പല വാക്കുകളും നമുക്ക് അതിന്റെ സ്പെല്ലിംഗ് അറിയായിരിക്കും, ചിലപ്പോൾ അതിന്റെ മീനിങ് നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെ സെന്റൻസിൽ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഈ ആക്റ്റീവ് വൊക്കാബുലറി യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് പാസീവ് വൊക്കാബുലറി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉണ്ടാവും. വാക്കുകളുണ്ട്, അത് നമുക്കറിയാം, അതിന്റെ സ്പെല്ലിംഗ് അറിയാം, അല്ലെങ്കിൽ അതിന്റെ മീനിങ് അറിയാം. പക്ഷെ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ആ വാക്കുകൾ നമ്മൾ അത്ര കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു വാക്കിന്റെ കൂട്ടം അതിനെയാണ് എന്ത് പറയാ? പാസീവ് വൊക്കാബുലറി. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അല്ല കേട്ടോ. ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് പാസീവ് വൊക്കാബുലറി എന്നാണ് ഉപയോഗിക്കുന്നത്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ് ഉദ്ദേശിച്ചത്, പദസമ്പത്ത് കേട്ടോ. അപ്പൊ അതാണ് ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി അതിൽ രണ്ടാമത് കണ്ടന്റ് വേർഡ് ആൻഡ് ഫംഗ്ഷൻ വേർഡ്സ്. ഇത് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഏതോ ഒരു പേപ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടന്റ് വേർഡ്സും ഫംഗ്ഷൻ വേർഡ്സും പറഞ്ഞിട്ടുണ്ട്. കണ്ടന്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർബ്, നൗണ്, അഡ്ജക്റ്റീവ്, ഇതൊക്കെ എന്താണ്? കണ്ടന്റ് വേർഡ്സ് ആണ്. കണ്ടന്റ് വേർഡ്സ് ആണ്. അതായത് ആ വേർഡ്സ് ചിലപ്പോൾ അതിന്റെ എണ്ണം ചിലപ്പോൾ കാലങ്ങൾ പിന്നിടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ എണ്ണം കൂടിയേക്കാം ഒരു പക്ഷേ. ഇപ്പൊ സെൽഫി എന്നുള്ളത് നൗണല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. സെൽഫി എന്നുള്ള വാക്ക് എന്താണ്? ഇപ്പൊ ഈയിടെയായിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ ഇംഗ്ലീഷിലേക്ക് വന്നിരിക്കുന്ന ഒരു വാക്കാണ് സെൽഫി എന്ന് പറയുന്നത്. അല്ലേ? അതിന് മുമ്പ് സെൽഫി എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥതലങ്ങൾ മാറി വരുന്നു. മൗസിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ വന്നതിന് ശേഷം മൗസ് എന്നതിന് എന്താണ്? നമ്മളിപ്പോ ഇന്ന് മൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കമ്പ്യൂട്ടറിന്റെ ഒരു പാസ്റ്റ് ആയിട്ടുള്ള മൗസാണ്. രണ്ടാമത് ഈ അനിമൽ ആയിട്ടുള്ള മൗസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ബിഫോർ ദി ഇൻവെൻഷൻ ഓഫ് ദിസ് കമ്പ്യൂട്ടർ ആൻഡ് ടെക്നോളജി, if a person says utters the word mouse, what will come at first is the animal mouse will come at first into our mind. ശരിയല്ലേ പറഞ്ഞത്? കണ്ടന്റ് വേർഡും ഫംഗ്ഷൻ വേർഡാണ്. കണ്ടന്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, ഈ കാറ്റഗറി കണ്ടന്റ് വേർഡ്സ് ആണ്. കണ്ടന്റ് വേർഡ്സ് ആണ് വസ്തുക്കളുടെ പേര്, പ്രവർത്തനങ്ങൾ, ആക്ഷൻസ്, ആക്ഷൻ വേർഡ്സ്, അങ്ങനെ ഒരു വേർഡ് പറയാം. അപ്പൊ അത് ചിലപ്പോൾ അതിന്റെ എണ്ണം ചിലപ്പോൾ ഒരു പക്ഷേ കാലം പിന്നിടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ എണ്ണം ചിലപ്പോൾ കൂടിയേക്കാം. എന്നാൽ ഫംഗ്ഷൻ വേർഡ്സ് ഉണ്ട്. ഫംഗ്ഷൻ വേർഡ്സ് ആണല്ലോ അല്ലേ? ഇങ്ങോട്ടല്ലേ? നിങ്ങളെ കണ്ടില്ല. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് കണ്ടന്റ് വേർഡ്സും ഫംഗ്ഷൻ വേർഡ്സ് ആണ്. കണ്ടന്റ് വേർഡ് ക്ലിയർ ആണ്. ഫംഗ്ഷൻ വേർഡ്സ് പറഞ്ഞാൽ അതിലേക്ക് ഓക്സിലറി വേർബ്, അത്തരത്തിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ പ്രോനൗൺസ്, ഇതൊക്കെയാണ് അതിൽ വരിക അല്ലേ? ഓക്സിലറി വേർബ്സ് ഒക്കെ അതിൽ വരുന്ന ഓക്സിലറി വേർബ് ഒക്കെ ആകുമ്പോൾ ഈസി തന്നെ ഓക്സിലറി വേർബ് ഉള്ളൂ. അതിന്റെ എണ്ണം പിന്നെ കൂടാനുള്ള സാധ്യതയില്ല. അത് ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് ഒന്ന് ഓപ്പൺ ആണ്. ഓപ്പൺ ആണെങ്കിൽ വേർഡ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. ഓപ്പൺ ആയാലും വീണ്ടും സ്റ്റുഡൻസ് ക്ലാസ്സിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ക്ലോസ്ഡ് ആയാലോ പിന്നെ അതിലുള്ളതേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് പുതുതായിട്ട് വരില്ല. ഓക്കെ, അപ്പൊ ഒന്ന് ഫംഗ്ഷൻ വേർഡ്സ് ഒട്ടുമിക്കവാറും അതെന്തായാലും ക്ലോസ്ഡ് ആയിരിക്കും.
ഇതിലേക്ക് പുതുതായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ കണ്ടന്റ് വേർഡ്സ് ആണ്, കണ്ടന്റ് വേർഡ്സ് ഓപ്പൺ ആണ്. നമ്മൾ പറഞ്ഞില്ല ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകത എന്താണ്? ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് റെഡി ടു ബോറോ ഫ്രം ഓൾ അതർ ലാംഗ്വേജസ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു പ്രത്യേക സംഗതി പറയാൻ ഒരു വാക്കില്ല. ഉപ്പുമാവിന് ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ എന്താണ് അതിന് അത് ഉപയോഗിക്കുന്ന പ്രദേശത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ബേസിസിൽ എന്താണ് ഇംഗ്ലീഷിലേക്ക് ആ ഒരു വാക്ക് കടമെടുക്കാൻ ചെയ്യാനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോൺ വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളത്തിൽ നിന്ന് വരെ ഇംഗ്ലീഷിലേക്ക് വാക്കുകൾ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? കൂലി, ഇപ്പൊ പിന്നെ ഇന്ത്യ മഹാരാജ്യം അതാ ഉദ്ദേശിച്ചത്. അതിൽ നിന്ന് ആ മഹാഭാരതം കേട്ടോ, ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഒരുപാട് വാക്കുകൾ എന്താണ് ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ട്. റിക്ഷ, ജംഗിൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതേ എക്സാമ്പിൾസ് തന്നെയാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. കേട്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതെന്താ അറിയോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹലോ, കണ്ടന്റ് വേർഡ്സും ഫംഗ്ഷൻ വേർഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു ടൈറ്റിലേക്ക് പോവുകയാണ്. സം ഡിഫിക്കൽട്ടീസ് ഇൻ ലേണിംഗ് വൊക്കാബുലറി. ഇതും നമ്മൾ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. അവിടെ നമ്മൾ വേറെ എന്തോ ഒരു ടൈറ്റിലായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈറ്റിലാണ്. സം ഡിഫിക്കൽട്ടീസ് ഇൻ ലേണിംഗ് വൊക്കാബുലറി. അതായത് പുതുതായിട്ട് വാക്കുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഹോമോഫോണ്, ഹോമോണിം. പിന്നെ ഇവിടെ വേറെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു വേറെ എന്തോ ഒന്നും കൂടി ഉണ്ട്, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് പോയി. വേറൊന്നും കൂടി ഉണ്ട് എന്നുള്ള എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ എന്താണ് വാക്ക് എന്നുള്ള അവിടെ കിട്ടിയില്ല. അത് ആ സമയത്ത് ആ ടെക്സ്റ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഹോമോഗ്രാഫാണ്. അതിവിടെ വരുന്നുണ്ട്, ഹോമോഗ്രാഫ്. ഇതൊക്കെ എന്താണ്? പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ കുട്ടികൾ നേരിടുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന് നമ്മൾ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെന്താണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ആ രീതിയിൽ നമുക്ക് എന്താണ് വ്യാഖ്യാനിക്കാവുന്നതാണ്. രണ്ട് രീതിയിൽ എനിക്ക് ചിന്തിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പിന്നെ ഭാഷ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൊക്കാബുലറി വാക്കുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിലൊന്ന് വരുന്നത് ഹോമോണിമാണ്. നമുക്കറിയാം ഹോമോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, മീനിങ് ഈസ് ഡിഫറെൻറ്റ് അല്ലേ? അതിന് എക്സാമ്പിൾ സ്പെല്ലിംഗ് സെയിം ആണ്. ക്ലബ്ബ് എന്നുണ്ട്, ക്ലബ്ബ്, അസോസിയേഷൻ, ക്ലബ്ബ്. നാട്ടിൻപുറത്തൊക്കെ എന്തുണ്ടാവാറുണ്ട്? യങ്സ്റ്റേഴ്സിന്റെ ക്ലബ്ബ് ഉണ്ടാവാറുണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? റൈറ്റ്. ക്ലബ്ബ് അത് അസോസിയേഷൻ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ക്ലബ്ബ് എന്നുള്ളതിന് ഹെവി സ്റ്റിക്ക് എന്നുള്ള അർത്ഥമുണ്ട്. ഹെവി സ്റ്റിക്ക് എന്നുള്ള അർത്ഥമുണ്ട്. ക്ലബ്ബ് എന്നതിന് ഹെവി സ്റ്റിക്ക് എന്നുള്ള അർത്ഥമുണ്ട്. അതായത് ക്ലബ്ബ് എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, സ്പെല്ലിംഗ് സെയിം ആണ്. എന്നാൽ അതിന്റെ മീനിങ് രണ്ട് കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് സിറ്റുവേഷൻ, കോണ്ടെക്സ്റ്റ് മീൻസ് വാട്ട്? സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് മീനിങ് മാറുന്നു. ഇത്തരത്തിലുള്ള വാക്കുകളാണ് എന്ത് പറയാ? ഹോമോനിംസ് എന്ന് പറയാം. ഹോമോനിമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഹോമോഫോൺ ആവുമ്പോൾ സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ സൗണ്ട് സെയിം ആയിരിക്കും. സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ മീനിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. സ്പെല്ലിംഗ് ഈസ് ഡിഫറെൻറ്റ്, meaning is different but the pronunciation or the sound is same. അതാണ് ഹോമോഫോൺ. ഹോമോ എന്നുള്ളതിന് സെയിം എന്നുള്ള അർത്ഥം ഉണ്ടെന്നും ഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് ആണ്. അങ്ങനെ മനസ്സിലാക്കി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും ഞാൻ പറയണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. എക്സാമ്പിൾ വേണമെങ്കിൽ ഒറ്റൊന്ന് നോക്കൂ. ഗ്രേറ്റ് എന്നുള്ള വാക്ക്, ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ, മഹത്തായ, ഗ്രേറ്റ് പാർട്ടി, ഗ്രാൻഡ് പാർട്ടി, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രേറ്റ് ബിൽഡിംഗ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗ്രേറ്റസ്റ്റ്, വലിയ ഉപയോഗിക്കാറുണ്ട്. ഇനി പിന്നെ വേറെ ഗ്രേറ്റിന്റെ ഇംഗ്ലീഷിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു. അത് GRATE എന്നുള്ളതാണ് സ്പെല്ലിംഗ്. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ എന്നുള്ള അർത്ഥമാണ്. ഐ ആം സോ താങ്ക്ഫുൾ ടു യു എന്നതിന് പകരം ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ നമ്മളോട് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു വാക്കാണ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഹോണറബിൾ പ്രിൻസിപ്പൽ മാനേജർ. ഗ്രേറ്റ്ഫുൾ താങ്ക്ഫുൾ. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ പറയാം, എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി ഞാൻ ഈ അവസരം. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് എങ്ങനെ പറയാന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? താങ്ക്ഫുൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, ഗ്രേറ്റ്ഫുൾ ഉപയോഗിക്കാറുണ്ട്, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് സാന്ദർഭികമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഇൻഫോർമേഷൻ തന്നതാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ചർച്ചാ വിഷയം. ആ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈസ് ഡിഫിക്കൽട്ടീസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫേസ് വെൻ വി ആർ ലേണിംഗ് ദിസ് ഗ്ലോബൽ ലാംഗ്വേജ്.
ഈ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന ഈ ഒരു ആഗോള ഭാഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിടാൻ, അതായത് വൊക്കാബുലറി പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെയാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത്. അതിൽ ഹോമോണിം, ഹോമോഫോൺ, ഇനി അടുത്ത ഹോമോണിം ഹോമോഫോൺ മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ എക്സാം വളരെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ ഐ ആം നോട്ട് ഗോയിങ് ടു കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പറയാത്ത കാര്യങ്ങൾ കൂടുതൽ പറയാം. ഇനി മൂന്നാമത് ഹോമോഗ്രാഫാണ്. ഈ ഹോമോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഗ്രാഫ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് റൈറ്റിംഗ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ സ്പെല്ലിങ് സെയിം ആണ്, പ്രൊനൗൺസിയേഷനും ഡിഫറെൻ്റ് ആണ്, പിന്നെ മീനിങ്ങും ഡിഫറെൻ്റ് ആണ് കേട്ടോ. പ്രൊനൗൺസിയേഷനും മീനിങ്ങും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹോമോഗ്രാഫ് പറഞ്ഞാൽ ഹോമോ പറഞ്ഞാൽ സെയിം, ഗ്രാഫ് പറഞ്ഞാൽ റൈറ്റിംഗ്. സെയിം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ഈസ് സെയിം. സെയിം റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്പെല്ലിംഗ് ഈസ് സെയിം. സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ മീനിങ്ങും ഡിഫറെൻ്റ് ആണ്. അതിനാണ് ഹോമോഗ്രാഫ്. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് കേട്ടോ. അതിന് എക്സാമ്പിൾ ഈ മൈന്യൂട്ട് എന്നുള്ള വാക്ക്. മൈന്യൂട്ട് അത് മിനിറ്റ് നോക്കുക, പ്രൊനൗൺസിയേഷൻ മാറി. മിനിറ്റ് സെക്കൻഡ് മിനിറ്റ് ഇല്ലേ, അത് പറയുമ്പോൾ എന്തായി? അത് മിനിറ്റ് എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. എന്നാൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എന്ന് പറയാറുണ്ട്. മൈന്യൂട്ട് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൈക്രോ മൈന്യൂട്ട് ക്രീച്ചേഴ്സ്, മിനി ക്രീച്ചേഴ്സ്, നാനോ ലോഗ് ഉപയോഗിക്കാറുണ്ട്. സയൻസിൽ നാനോ, പിന്നെ മൈക്രോ, മാക്രോ. മാക്രോ കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഹോമോഗ്രാഫിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് മിനിറ്റ്. അതേ സ്പെല്ലിംഗ് തന്നെയാണ് മൈന്യൂട്ട്, പക്ഷെ നമ്മുടെ കോണ്ടെക്സ്റ്റ് വേറൊരു അർത്ഥതലത്തിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ മാറുകയാണ്, മീനിങ്ങും മാറുകയാണ്. പിന്നെ അതുപോലെ തന്നെ മിനിറ്റ്സ് ഉണ്ട്. മിനിറ്റ്സ് അതറിയാം നിങ്ങൾക്ക്. ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ മിനിറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാഫ് സെക്രട്ടറി ആയിരിക്കും ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. ഒരു സ്റ്റാഫിന്റെ ഒരു മീറ്റിംഗ് ആണെങ്കിൽ മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ദ ഡ്യൂട്ടി ഷോൾഡർഡ് അപ്പോൺ സ്റ്റാഫ് സെക്രട്ടറി ടു റൈറ്റ് ദ മിനിറ്റ്സ്. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മീറ്റിംഗിൽ പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത് എന്നതിനെ കുറിച്ചിട്ടൊരു പിന്നെ റിപ്പോർട്ട് ചെയ്ത് അതിനെ മിനിറ്റ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? മീറ്റിംഗിന്റെ മിനിറ്റ്സ്. ആബ്സെന്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഈ മിനിറ്റ്സ് വായിക്കണം എന്നുള്ളത്. ഒരു ഇന്റർനാഷണൽ സ്ഥാപനമാകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു സ്റ്റാഫ് പിന്നെ മീറ്റിംഗിൽ ആബ്സെന്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിൽ ആ മിനിറ്റ്സ് എടുത്ത് വായിച്ചാൽ മതി. അതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാളോട് ചോദിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലേ? ആ പറയുന്ന വ്യക്തി ഒരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മിനിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പേർപ്പസ് ആണ്. ഈ മിനിറ്റ്സ് നമ്മളിവിടെ പറഞ്ഞത് വെറുതെ ആവില്ല കേട്ടോ ചിലപ്പം. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ വരുന്നുണ്ട്. ഏതൊരു പേപ്പറിൽ വരുന്നില്ല ഇങ്ങനെ പ്രസന്റേഷൻ, മീറ്റിംഗ് ഒക്കെ വന്നില്ലേ? അപ്പോൾ മീറ്റിംഗുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് മിനിറ്റ്സ്. അവിടെ എഴുതി കൊടുക്കാം. Difficulties that we will face when we are learning vocabulary. അല്ലേ? അതില് ഹോമോണിം പറഞ്ഞു, ഗ്രാഫ് മനസ്സിലാക്കി. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ്, അതായത് സ്പെല്ലിംഗ് ഈസ് സെയിം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടൈറ്റിലേക്ക് പോവുകയാണ്. ഇനി ഹൈപ്പോണിം എന്നുള്ളൊരു സംഗതി കേട്ടോ. അതായത് എ ആണ് ഇത്. ഡിഫിക്കൽട്ടീസിൽ 1 ഹോമോണിം, 2 ഹോമോഫോൺ, 3 ഹോമോഗ്രാഫ്, 4 ഹൈപ്പോണിം. അവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടി ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട സംഗതികൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് എക്സാം എഴുതാൻ ഇപ്പോൾ 10 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 7 പോയിന്റ്സ് പഠിച്ചാൽ മതിയാവും എക്സാം എഴുതാൻ വേണ്ടിയിട്ട്, ഫോർ ദ സേക്ക് ഓഫ് എക്സാമിനേഷൻ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഹൈപ്പോണിം എന്നുള്ളൊരു സംഗതി ഉണ്ട്. ഈ ഹൈപ്പോണിംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർഡ് കാറ്റഗറീസ് ആണ്. വേർഡ് കാറ്റഗറീസ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഈസ് എ ഫ്രൂട്ട് ആൻഡ് സോ ഈസ് ആൻ ആപ്പിൾ, ബനാന ഓർ മാംഗോ. അപ്പോൾ വേർഡ് ഫ്രൂട്ട് ഈസ് എ സൂപ്പർ ഓർഡിനേറ്റ് ആൻഡ് ഓറഞ്ച് നെയിംസ് ഓഫ് ഫ്രൂട്ട്സ് ഈസ് ഹൈപ്പോണിം. അപ്പോൾ ഹൈപ്പോണിം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് സൂപ്പർ ഓർഡിനേറ്റ് എന്നുള്ള സംഗതി കേട്ടോ. സൂപ്പർ ഓർഡിനേറ്റ് ഞാൻ പറയാം. ഈ ഒരു സെന്റൻസിലേക്ക് നോക്കൂ. ഓറഞ്ച് ഈസ് എ ഫ്രൂട്ട്. ഓറഞ്ച് ഒരു ഫ്രൂട്ട് അല്ലേ? ആൻഡ് സോ ഈസ്, അതുപോലെ തന്നെയാണ് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ്? ആൻഡ് സോ ഈസ് ബനാന, മാംഗോ, ഗ്രേപ്സ്, ഇതൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന വാക്കില്ലേ, ഫ്രൂട്ട് എന്നുള്ള വാക്ക് അതെന്താണ്? സൂപ്പർ ഓർഡിനേറ്റ് ആണ്.
സൂപ്പർ ഓർഡിനേറ്റ് എന്നാണ് വിളിക്കുക. ഫ്രൂട്ട് എന്നുള്ള ടൈറ്റിലിന് താഴെ നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയും? മാംഗോ, ഓറഞ്ച്, ഗ്രേപ്സ്, ഇതൊക്കെ എഴുതാൻ കഴിയും അല്ലേ. അപ്പോൾ ഈ ഫ്രൂട്ട് എന്നുള്ള നൗണ് ആ വാക്ക് അത് സൂപ്പർ ഓർഡിനേറ്റ് ആണ്. അതായത് ഈ വക സംഗതികൾക്കൊക്കെ ഒരു ടൈറ്റിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഫ്രൂട്ട് എന്നുള്ളത്. എന്നാൽ ഓറഞ്ച് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു നെയിം തന്നെയാണ്, നൗണ് തന്നെയാണ്. പക്ഷെ അതെന്താണ്? നെയിം ഓഫ് എ ഫ്രൂട്ടാണ്, അത് ഹൈപ്പോണിമാണ്. ഇത് മനസ്സിലായില്ല? അതായത് ഫ്രൂട്ട് എന്നുള്ള വാക്കില്ലേ, അതെന്താണ്? ഫ്രൂട്ട് എന്നുള്ള വാക്ക് എന്താണ്? അത് സൂപ്പർ ഓർഡിനേറ്റ് ആണ്. ഓറഞ്ച് എന്നുള്ള വാക്ക് എന്താണ്? ഹൈപ്പോണിമാണ്. ഹൈപ്പോണിം എക്സാമ്പിൾ പറഞ്ഞേ. ആപ്പിൾ ഹൈപ്പോണിമാണ്, ഗ്രേപ്പ് ഹൈപ്പോണിമാണ്, ഓറഞ്ച്, മാംഗോ, ബനാന ഇതൊക്കെ എന്താണ്? ഹൈപ്പോണിമാണ്. എന്നാൽ ഇതിനൊക്കെ നമുക്ക് പുതിയതായിട്ട് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക് ഫ്രൂട്ട് എന്നുള്ള കാറ്റഗറി അല്ലേ. വേർഡ് കാറ്റഗറി എന്നല്ലേ ഈ വാക്കിനർത്ഥം. ഏതിനർത്ഥം? ഹൈപ്പോണിം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വേർഡ് കാറ്റഗറി എന്നാണ്. അപ്പൊ ഏത് വേർഡ്? ഈ ഫ്രൂട്ട് എന്നുള്ളത് എന്താണ്? ഒരു കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് എന്നുള്ള കാറ്റഗറി, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഫ്രൂട്ട് എന്നുള്ള വാക്ക് അല്ലേ. അതെന്താണ്? ഫ്രൂട്ട് എന്നുള്ള വാക്ക് സൂപ്പർ ഓർഡിനേറ്റും, എന്നാൽ ഓറഞ്ച് എന്താണ്? ഹൈപ്പോണിമാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന സംഗതികളൊക്കെ എന്താണ്? ഹൈപ്പോണിംസ് ആണ് കേട്ടോ. ഹൈപ്പോണിമാണ്, ഓറഞ്ച് ഹൈപ്പോണിമാണ്, ആപ്പിൾ ഹൈപ്പോണിമാണ്. പിന്നെ എല്ലാ ഫ്രൂട്ട്സിന്റെയും പേരില്ലേ? ഓറഞ്ച്, ആപ്പിള്, ഗ്രേപ്സ് ഇതൊക്കെ എന്താണ്? ഹൈപ്പോണിമാണ്. എന്നാൽ ഫ്രൂട്ട് എന്നുള്ള വാക്ക് എന്താണ്? അതൊരു ഫ്രൂട്ടിന്റെ പേരല്ല, അത് ആ കാറ്റഗറിക്ക് കൊടുത്ത പേരാണ്. അതെന്താണ്? സൂപ്പർ ഓർഡിനേറ്റ് ആണ്. ക്ലിയർ ആണോ? അത് ഓക്കെ, ഒന്ന് മനസ്സിലാക്കി. ഇനിയും വരുന്നത് ഇത് തന്നെയാണ്, ഡിഫിക്കൽട്ടീസ് തന്നെയാണ് ഇനിയും വരുന്നത് കേട്ടോ. അതിൽ കൊളോക്കേഷൻ എന്നുള്ളൊരു സംഗതി. കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് സിംഗിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വേർഡ് പാർട്ട്ണർഷിപ്പ് ആണ് ഉദ്ദേശിച്ചത്. കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് പാർട്ട്ണർഷിപ്പ് ആണ്. അതായത് 2 or more words that often go together. ചില ഇംഗ്ലീഷിൽ ചില വാക്കുകളുണ്ട്, അത് ചില വാക്കിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇംഗ്ലീഷിൽ ചില വാക്കുകൾ ചില വാക്കിന്റെ കൂടെ ഉപയോഗിക്കുള്ളൂ. അതായത് ചില വാക്കിന്റെ കൂടെ ചില വാക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അതിനെയാണ് കൊളോക്കേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യു ഡു നോട്ട് ഡു റിസ്ക് എന്ന് പറയാനില്ല. കൊളോക്കേഷൻ ആണ് പറയുന്നത്. കൊളോക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില വാക്കിന്റെ കൂടെ ചില വാക്കുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാറുള്ളൂ. ഇതിനാണ് കൊളോക്കേഷൻ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യു ഡു നോട്ട് ഡു റിസ്ക് എന്ന്, നീ റിസ്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഡു എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. യു നീഡ് നോട്ട് ടേക്ക് റിസ്ക്, ടേക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതായത് റിസ്ക് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ റിസ്ക് എന്നുള്ള വാക്കിന്റെ കൂടെ ചെയ്ക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഈ റിസ്ക് എന്ന വാക്കിന്റെ കൂടെ ഈ ഒരു ചെയ്ക്ക് എന്ന് പറയുന്ന പ്രത്യേക വാക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇതിനെയാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. ഡു എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കൊളോക്കേഷൻസ് നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. യു നീഡ് നോട്ട് ടേക്ക് റിസ്ക് എന്നാണ്. നീ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എങ്ങനെ പറയേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ യൂസേജ് യു നീഡ് നോട്ട് ടേക്ക് റിസ്ക്. ടേക്ക് എടുക്കുക, റിസ്ക് എടുക്കുക, അങ്ങനെ ആ ഒരു സെൻസിലാണ്. അല്ലാതെ ചെയ്യുക, റിസ്ക് ചെയ്യുക എന്നുള്ളതല്ല കൊളോക്കേഷൻ. റിസ്ക് എടുക്കുക എന്നുള്ളതാണ് കൊളോക്കേഷൻ. ടേക്ക് റിസ്ക്, യു നീഡ് നോട്ട് ടേക്ക് റിസ്ക്. റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയാം. അപ്പൊ കൊളോക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? ചില വാക്കിന്റെ കൂടെ ചില വാക്കുകൾ മാത്രമേ വരുള്ളൂ. ഇതിന് നമുക്ക് പറയാം കൊളോക്കേഷൻ. എന്താണ്? ക്ലാസ് മാത്രമേ എന്തോ ഒരു പന്തികേടുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. തോന്നുന്നു അല്ലെ? യെസ്, അങ്ങനല്ല, തോന്നുന്നതല്ല, യെസ് അല്ലേ? അപ്പൊ വരുന്ന ഒന്ന് കൺഫേം ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ബെഞ്ച് കൺഫേം ചെയ്തോളൂ, സമയം ലാഭിക്കാൻ വേണ്ടി. നിങ്ങൾ ക്ലാസ് മാറിയിട്ടില്ലേ? കൊളോക്കേഷൻ അവിടെ ഉണ്ടോ? അതും വേണം ഇതും വേണം. ഡൈലമ്മയാണ് അല്ലെ? കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡിലമ്മ. എല്ലാം
പോക്കറ്റിൽ ഇടണം അല്ലേ? വേണ്ട. വേറെ ക്ലാസ് നടക്കുന്നുണ്ട്. ഓക്കെ, തുടങ്ങല്ലേ? യെസ്, നമ്മൾ പറഞ്ഞത് കൊലോക്കേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ കൊളോക്കേഷൻ അറിയാമോ? ഇതൊരു ഡിഫിക്കൽട്ടിയാണ്. ഈ കൊളോക്കേഷൻസ് നമ്മൾക്ക് അറിയില്ല എങ്കിൽ എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് അത്ര ഓക്കെ ആവില്ല എന്നുള്ളതാണ് അല്ലേ? നമ്മളവിടെ യു ഡു നോട്ട് ഡു റിസ്ക് ഒക്കെ ഉപയോഗിച്ചാൽ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്ന ആളുകൾ ഇതെന്താ അവൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അവിടെ കൊളോക്കേഷൻ ശരിയായില്ലല്ലോ, യു നീഡ് നോട്ട് അല്ലെങ്കിൽ യു ഡു നോട്ട് ടേക്ക് റിസ്ക് എന്നുള്ളത്, ടേക്ക് അല്ല നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്കറിയണം കേട്ടോ. റൈറ്റ്, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഇതിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് ഇഡിയംസ്. ഇഡിയംസ് നിങ്ങൾ ഓർമ്മയില്ലേ? നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സംഗതി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ വേർഡ്സ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ ടുഡേ, ഇന്ന് വളരെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാറുണ്ട് കുട്ടികൾ? ടുഡേ ഈസ് എ റെഡ് ലെറ്റർ ഡേ എന്ന് ഉപയോഗിക്കാറുണ്ട്. ടുഡേ ഈസ് എ റെഡ് ലെറ്റർ ഡേ ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ടുഡേ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റെഡ് ലെറ്റർ ഡേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അതെന്താണ്? അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. അതായത് നമ്മൾ ഒരിക്കലും ഓരോ വാക്കിൻ്റെയും അർത്ഥം ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അതിൻ്റെ മീനിങ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ സം കിട്ടൂല. റെഡ് ലെറ്റർ ഡേ എന്നുള്ളത് റെഡിൻ്റെ മീനിങ് എടുക്കുന്നു, ലെറ്റർ എന്നതിൻ്റെ മീനിങ് എടുക്കുന്നു, ഡേ എന്നതിൻ്റെ മീനിങ് എടുക്കുന്നു. അങ്ങനെ ഈ 3 വാക്കിൻ്റെയും മീനിങ് എടുത്തിട്ട് ആ മീനിങ്ങിനെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടൂല? റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്ന ആ ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ മീനിങ് നമുക്ക് കിട്ടൂല. അതായത് പിന്നെ ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടൂല? ഇൻഡിവിജ്വൽ വേർഡ്സ് ഇങ്ങനെ കൂട്ടി നോക്കിയാൽ അതിൻ്റെ സം എടുത്താൽ അതിൻ്റെ ടോട്ടൽ എക്സ്പ്രഷൻ്റെ മീനിങ് നമുക്ക് കിട്ടൂല എന്നുള്ളത്. അതായത് ക്ലിയർ ആണോ? എങ്ങനെ ടെക്സ്റ്റിൽ എങ്ങനെ കൊടുത്തത് അറിയോ? ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തത്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ടോട്ടലി ഡിഫറെൻറ്റ്, അതായത് മീനിങ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ വേർഡ്സ്. അങ്ങനെയാണ് അതിൽ ഡെഫിനിഷൻ കൊടുത്തത്. അത് ക്ലിയർ അല്ലേ? ഹലോ, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇഡിയം ഇതെന്താണെന്ന് പിടികിട്ടിയോ? ഒന്നുകൂടി പറയാം. റെഡ് ലെറ്റർ ഡേ എന്നുള്ളത് എന്താണ്? ഒരു എക്സാമ്പിളാണ്. ഇഡിയമിന് ഒരു എക്സാമ്പിളാണ് റെഡ് ലെറ്റർ ഡേ. അല്ലെങ്കിൽ ബെഡ് ഓഫ് റോസസ്. ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ ബെഡ് എന്നുള്ളതിൻ്റെ അർത്ഥം എടുക്കുന്നു, ഓഫിൻ്റെ അർത്ഥം എടുക്കുന്നു, റോസിൻ്റെ അർത്ഥം എടുക്കുന്നു. ഈ 3 വാക്കിൻ്റെയും അർത്ഥം എടുത്ത് നോക്കിയിട്ട് റോസാപ്പൂവിൻ്റെ ഒരു ബെഡ് എന്നുള്ളതല്ല ബെഡ് ഓഫ് റോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെഡ് ഓഫ് റോസസ് എന്ന് പറയുന്നത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കംഫോർട്ടബിൾ സിറ്റുവേഷൻ, സുഖമുള്ള ഒരു സാഹചര്യം, കംഫോർട്ടബിൾ സിറ്റുവേഷൻ എന്നുള്ള അർത്ഥമാണ് ബെഡ് ഓഫ് റോസസിനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളാണ് എന്ത് പറയുക? പ്രയോഗങ്ങളെയാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഇനി അടുത്തത് ആൻറ്റോണിമാണ്. ആൻറ്റോണിംസും സിനോണിംസും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സിൻ്റെയാണ് ആൻറ്റോണിം എന്ന് പറയാം. സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ വേർഡ്സ് ആണ്, സെയിം വേർഡ്സ് ആണ്, അല്ലെങ്കിൽ പര്യായ പദങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. പര്യായ പദം. ഇനി ആൻറ്റോണിംസിൽ തന്നെ അതിനൊരു കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ആൻറ്റോണിംസ്. അതിൽ വരുന്ന കാറ്റഗറിയാണ് ഒന്ന് ഗ്രേഡബിൾ, രണ്ടാമത്തേത് നോൺ ഗ്രേഡബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേഡബിളിന് എക്സാമ്പിളാണ് ഹോട്ട്, കോൾഡ് എന്നുള്ളത് ഗ്രേഡബിൾ ആണ്. അതായത് ഇപ്പോൾ ഇവിടെ കോൾഡ് വാട്ടർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ എന്താണ്? അതിൻ്റെ ഗ്രേഡ് ഇങ്ങനെ മാറിയിട്ട് ഈ ചുടുവെള്ളം എന്തായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്? തണുത്ത വെള്ളമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ദർ ഈസ് എ സ്കോപ്പ് ഓഫ് ചേഞ്ച്, മാറ്റത്തിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഗ്രേഡബിൾ ആൻറ്റോണിംസ് എന്ന് പറയുന്നത്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഇതിനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ UG സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? UG അല്ലേ? അണ്ടർ ഗ്രാജുവേറ്റ്? യെസ്. ഗ്രേഡബിൾ കിട്ടിയ? ഹോട്ട്, കോൾഡ് എന്നുള്ളത് ആൻറ്റോണിംസ് ആണ്. അതെന്താണ്? ഗ്രേഡബിൾ ആൻറ്റോണിംസിന് എക്സാമ്പിൾ ആണ് ഹോട്ട്, കോൾഡ് എന്നുള്ളത്. ഇനി നോൺ ഗ്രേഡബിൾ എന്നുള്ളൊരു കാറ്റഗറി. അതിൽ നോക്കൂ, ബോയ് എന്നതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? ഗേൾ എന്ന് പറയാറുണ്ട്. അത് ഗ്രേഡബിൾ ആണോ? അല്ല, നോൺ ഗ്രേഡബിൾ ആണ്. ഒരു ബോയ് ഒരിക്കലും എന്താവാൻ പോകുന്നില്ല. സാർ എങ്ങനെ പറയില്ലേ അല്ലേ? ഇപ്പോൾ അങ്ങനെ ഉണ്ട് അല്ലേ? റൈറ്റ്. എന്താ അതിനെ പറയാ? അല്ല, പിന്നെ ഒരു ബോയ്ക്ക് ഗേൾ ആവാൻ സാധിക്കും, ഒരു ഗേളിന് ബോയ് ആവാൻ സാധിക്കും. ഇന്ന് കാലത്ത് ലിംഗമാറ്റം അല്ലേ സർജറി ചെയ്യാറുണ്ട്. അങ്ങനെ പെട്ടവരൊക്കെ ഉണ്ട്, പ്രണയത്തിൽ കുടുങ്ങിയിട്ട്
ഹോമോസെക്ഷൽ, റൈറ്റ്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാം, റൈറ്റ്. അപ്പോൾ ഇത് പിന്നെ ആ ഒരു ആധുനിക പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു പിന്നെ ലോകത്തല്ല അത് സംസാരിക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ എന്താണ് ബോയ് എന്നതിന് ഓപ്പോസിറ്റ് ആൻറ്റോണിയമാണ് ഗേൾ എന്ന് പറയുന്നത്. അത് നോൺ ഗ്രേഡബിൾ ആണ്. അതായത് നമ്മൾ ചുടുവെള്ളത്തെ തണുത്ത വെള്ളം ആക്കിയതുപോലെ ബോയിനെ ഗേളാക്കാൻ പോകുന്നില്ല, അത് കഴിയില്ല. അത്തരത്തിലുള്ള പിന്നെ ആൻറ്റോണിംസിനെയാണ് എന്ത് പറയുക, നോൺ ഗ്രേഡബിൾ ആൻറ്റോണിംസ് എന്ന് പറയാം. അപ്പോൾ ആൻറ്റോണിംസിൻ്റെ 2 കാറ്റഗറി മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് പോവേണ്ടത് സിനോണിമാണ്. സിനോണിം ഞാൻ പറഞ്ഞു, സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലർ വേർഡ്സ് ആണ്, പര്യായ പദങ്ങൾ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു വാക്ക് അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ലുക്ക് എന്നതിന് സ്റ്റെയർ അല്ലെങ്കിൽ ഗെയ്സ് എന്നുള്ള വാക്ക്, ഗെയ്സ് അല്ലേ, അതെന്താണ് നോക്കുക, സിനോണിംസ് ആണ്. പക്ഷേ സിനോണിംസ് ആണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റം, ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, തീവ്രത, നോക്കുന്ന അളവിൽ അല്ലെങ്കിൽ നോക്കുന്ന രീതിയിൽ എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആംഗ്രി, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വേറൊന്ന് കൊടുത്തത്, ഞാൻ പറഞ്ഞ ലുക്കും ഗെയ്സും സ്റ്റെയറും അതൊരു എക്സാമ്പിളാണ്. ഇനി വേറെ എക്സാമ്പിൾ ആംഗ്രി, അനോയിഡ്, അപ്സെറ്റ്, ഇറിറ്റേറ്റഡ്. ഇതൊക്കെ എന്താണ് സിനോണിംസ് ആണ്, പര്യായ പദങ്ങളാണ്. ദേഷ്യം പിടിപ്പിച്ചു, ദേഷ്യം വന്നു, ദേഷ്യം, അപ്സെറ്റ്, ആംഗ്രി, അനോയിഡ്, ഇറിറ്റേറ്റഡ്, ഇതൊക്കെ എന്താണ് സിനോണിംസ് ആണ്. മേ ബി സിനോണിംസ് ബട്ട് ഈച്ച് വേർഡ് ഡിഫേഴ്സ് സ്ലൈറ്റ്ലി ഫ്രം അതർ എന്നുള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉപയോഗിച്ചത്. അതായത് ഓരോ വാക്കും ഇതൊക്കെ സിനോണിംസ് ആണെങ്കിൽ പോലും, പര്യായ പദങ്ങൾ ആണെങ്കിൽ പോലും ഈ വാക്ക് എന്താണ്, ഓരോ വാക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ എന്താണ് അതിൻ്റെ അർത്ഥങ്ങളിൽ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ഇപ്പം ആൻറ്റോണിംസ് സിനോണിംസ് പറഞ്ഞു. ഇനി അഫിക്സേഷൻ എന്നുള്ളൊരു സംഗതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഫിക്സേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് അഫിക്സേഷനിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. ഈ പ്രിഫിക്സും സഫിക്സും നിങ്ങൾ കേട്ടില്ലേ? പിന്നെ ഇൻഫിക്സ് പറഞ്ഞൊരു സംഗതിയുണ്ട്. സെൻറ്ററിൽ കൊടുക്കുകയാണ്. സെൻറ്ററിൽ ഏതെങ്കിലും 1-2 അക്ഷരങ്ങൾ ചേർത്ത് കൊടുത്ത് പുതിയൊരു വാക്കിനെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻഫിക്സ് എന്നും പറയാറുണ്ട്. ഈ ടോട്ടലി ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. ഈ അഫിക്സേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട 2 സംഗതികളാണ് പ്രിഫിക്സും സഫിക്സും. പ്രീ എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ പറഞ്ഞാൽ മുമ്പ് എന്നുള്ള അർത്ഥം. ഇപ്പോൾ പണ്ട് കാലത്ത് ഡിഗ്രിക്ക് +2 എന്ത് വിളിച്ചിരുന്നു? പ്രീ ഡിഗ്രി എന്ന് വിളിച്ചിരുന്നു അല്ലേ? ഡിഗ്രിക്ക് മുമ്പുള്ളതാണ് ഡിഗ്രിക്ക് മുമ്പുള്ളതാണ് പ്രീ ഡിഗ്രി. അപ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പ്രിഫിക്സ് പറഞ്ഞാൽ പിന്നെ പഠിക്കാൻ സുഖമാണ്. ഒരു വാക്കിന് മുമ്പിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1-2 അക്ഷരങ്ങളെയാണ് പ്രിഫിക്സ് എന്ന് പറയാം. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള വാക്കില്ലേ, ഇമ്പോർട്ടൻ്റ് എന്ന വാക്കിന് മുമ്പ് ഞാനൊരു പ്രിഫിക്സ് കൊടുക്കുകയാണ്, UN എന്ന് പറയുന്ന പ്രിഫിക്സ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായി? നമുക്ക് മറ്റൊരു വാക്ക് കിട്ടി. അൺഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ മറ്റൊരു വാക്ക് കിട്ടി. ഈ വാക്ക് എന്താണ്? മറ്റേ വാക്കിൻ്റെ ആൻറ്റോണിമാണ്, ഓപ്പോസിറ്റാണ്. അപ്പോൾ പ്രിഫിക്സിൻ്റെ യൂസേജ് എന്താ വെച്ചാൽ വ്യത്യസ്ത യൂസേജാണ്. ഇവിടെ ഈ ഒരു എന്ന വാക്കിൻ്റെ യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ ആൻറ്റോണിം ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിഫിക്സ് ആകുന്ന UN ഉപയോഗിച്ചത്. നിങ്ങൾക്ക് പ്രിഫിക്സ് എന്താണെന്ന് മനസ്സിലായോ? എക്സാമ്പിൾ എന്താ മനസ്സിലായോ? ഇപ്പോൾ അതിൻ്റെ ഒരു പിന്നെ യൂസേജ് എന്താണെന്ന് മനസ്സിലായില്ലേ? യൂസേജ് ഇപ്പോൾ UN എന്നുള്ള വാക്കാണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് അല്ലേ? റൈറ്റ്. ഇനി ഓപ്പോസിറ്റ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേറെയും കുറേ പ്രിഫിക്സുകളുണ്ട്. ഡിസ് ഉപയോഗിക്കാറുണ്ട്, ഡിസ് അല്ലേ? അതുപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട്, IL. ലിറ്ററേറ്റ്, സാക്ഷരത, ഇല്ലിറ്ററേറ്റ് എന്നുള്ളതാണ്. ലീഗൽ, നിയമവശം. ഇല്ലീഗൽ എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ IL എന്ന് പറയുന്നത് പ്രിഫിക്സിന് എക്സാമ്പിളാണ്. UN എന്ന് പറയുന്നത്, ഡിസ് എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? പ്രിഫിക്സിന് എക്സാമ്പിളാണ്. 1-2 അക്ഷരങ്ങളാണ് കേട്ടോ. ചിലപ്പോൾ UN എന്ന് പറയുമ്പോൾ 2 അക്ഷരങ്ങളേ ഉള്ളൂ. ഡിസ് ആകുമ്പോൾ 3 അക്ഷരങ്ങളുണ്ട്. ഇല്ലാകുമ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട്? 3 അല്ല, 2 ആണ്. ഒന്ന് ഓൾറെഡി അവിടെ ഉണ്ട്. ലീഗൽ എന്നതിൽ എല്ലാം അവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഫോം ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ എക്സ്ട്രാ ഒരു ഐയും ഒരു നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. ഒരു ഓൾറെഡി അവിടെ ഉണ്ട്. ലീഗൽ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇല്ലീഗൽ. ലിറ്ററേറ്റ് ഓപ്പോസിറ്റ് ഇല്ലിറ്ററേറ്റ് ഉണ്ടോ? അപ്പോൾ IL എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. ഓപ്പോസിറ്റ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് IL-നെ നമ്മൾ ഉപയോഗിച്ചത്. ഇനി എന്താ പറയേണ്ടത്? അഫിക്സേഷനിൽ പ്രിഫിക്സ് നമ്മൾ കഴിഞ്ഞു. ഇനി സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു വാക്കിൻ്റെ അവസാനത്തിൽ നമ്മൾ ചേർക്കുന്ന അക്ഷരത്തിനെയോ അക്ഷരങ്ങളെയാണ് എന്ത് പറയുക? സഫിക്സ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലേ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോം ചെയ്യാൻ പ്ലേഡ് എന്ന് പറഞ്ഞു, കളിച്ചു.
പ്ലേഡ്. അവിടെ എന്താ ചെയ്തത്? പ്ലേ എന്ന് പറയുന്ന വേർബിൻ്റെ അവസാനത്തിൽ ED എന്ന് പറയുന്ന 2 അക്ഷരങ്ങളെന്നാണ് നമ്മൾ കൂട്ടിച്ചേർത്ത്. അപ്പോൾ നമുക്ക് മറ്റൊരു വാക്ക് കിട്ടി. അതായത് പ്ലേ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് കിട്ടി, കളിച്ചു എന്നുള്ള ഫോം കിട്ടി. കണ്ടോ? അപ്പോൾ ED എന്ന് പറയുന്നത് സഫിക്സിന് എക്സാമ്പിളാണ്. അതിൻ്റെ യൂസേജ് എന്താ വെച്ചാൽ ടു ഫ്രെയിം ദ പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ED എന്ന് പറയുന്ന സഫിക്സിനെ നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ ഈ പിന്നെ വേറെയും ഒരുപാട് സഫിക്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ യൂസേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഐ വിൽ ടെൽ യു അനദർ എക്സാമ്പിൾ. സ്ലോലി, സ്ലോ എന്നുള്ള വാക്ക്, സ്ലോ എന്ന വാക്കിൻ്റെ അവസാനത്തിൽ LY ചേർത്ത് സ്ലോലി ആയിട്ട് മാറും ചിലപ്പോൾ, അല്ലേ? അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതാ നിങ്ങളൊന്ന് പറഞ്ഞേ? ബ്യൂട്ടിഫുൾ, മനോഹരമായ എന്ന് പറയും. ഗുഡ്, അഡ്ജക്റ്റീവ് ആണ്. ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കാണ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. അത് പാർട്സ് ഓഫ് സ്പീച്ചിൽ അഡ്ജക്റ്റീവ് ആണ്. ഇംഗ്ലീഷിൽ അത്യാവശ്യം കാലിബറുള്ള ആളുകൾക്ക് നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, ഒരു വാക്ക് കിട്ടുമ്പോൾ അത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. ഈ ബ്യൂട്ടിഫുൾ എന്നതിൻ്റെ കൂടെ ഞാൻ LY ചേർത്തു, അപ്പോൾ ബ്യൂട്ടിഫുള്ളി എന്നായി, മനോഹരമായി എന്നായി അർത്ഥം. അപ്പോൾ എന്തായി മാറി? അഡ്ജക്റ്റീവ് ആഡ്വേർബായിട്ട് മാറി. കണ്ടോ? അഡ്ജക്റ്റീവ് ആകുന്ന ബ്യൂട്ടിഫുളിൻ്റെ കൂടെ LY എന്ന് പറയുന്ന സഫിക്സ് ചേർത്തപ്പോൾ അത് ആഡ്വേർബായിട്ട് മാറി, മനോഹരമായി. യു റൈറ്റ് ബ്യൂട്ടിഫുള്ളി. ഉണ്ടോ? റൈറ്റ്, എഴുതുക. എങ്ങനെ എഴുതുക? ബ്യൂട്ടിഫുള്ളി. അത് ആഡ്വേർബാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സഫിക്സിൻ്റെ യൂസേജ് പാസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഫിക്സ് ഉപയോഗിക്കാം. എന്നാൽ ചില സഫിക്സ് എന്താണ്, നമ്മൾ ഇങ്ങനെ പാർട്സ് ഓഫ് സ്പീച്ച് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലേ, അഡ്ജക്റ്റീവിൽ നിന്ന് നമ്മൾ ആഡ്വേർബിനെ ഫ്രെയിം ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ അഫിക്സേഷൻ, അതിൽ പ്രെഫിക്സ് സഫിക്സ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി വരുന്നതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കോമ്പൗണ്ട് വേർഡ്സ് എന്നും പറയാം. പേരൊക്കെ കേട്ടാൽ നെട്ടിപ്പോവും, പക്ഷെ വളരെ സിമ്പിളാണ് സംഗതി കേട്ടോ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിച്ചിട്ട് വേറെ 2 വാക്കുകളെ ഒരുമിച്ച് നിർത്തിയിട്ട് പുതിയ വാക്കിനെ കൺസ്ട്രക്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ബ്ലാക്ക് എന്നുള്ളത് ഒരു വാക്കല്ലേ? ബ്ലാക്ക് ഈസ് എ വേർഡ് ഇൻ ഇംഗ്ലീഷ്, അല്ലേ? ബോർഡ് എന്ന് പറയുന്നത് മറ്റൊരു വാക്കല്ലേ? ഇനി ബ്ലാക്ക് കളറുള്ള ഒരു ബോർഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്ലാക്ക് ബോർഡ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ നമുക്ക് ബ്ലാക്ക് എന്നുള്ള വേർഡ്, ബോർഡ് എന്നുള്ള മറ്റു വേർഡ്, അത് രണ്ടിനും ഒരുമിച്ച് നിർത്തിയിട്ട് ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഒറ്റ വാക്ക് നമ്മൾ ഉണ്ടാക്കി, കൺസ്ട്രക്ട് ചെയ്തു. അല്ലെങ്കിൽ നോട്ട് എന്നുള്ളതൊരു വാക്കല്ലേ ഇംഗ്ലീഷിൽ, അല്ലേ? ബുക്ക് എന്ന് പറയുന്ന മറ്റൊരു വാക്കല്ലേ? നോട്ട് ബുക്ക്. ഈ 2 വാക്കിനെയും ഒരുമിച്ച് നിർത്തിയപ്പോൾ നോട്ട് ബുക്ക്, പുതിയൊരു വാക്കുണ്ടായി. നോട്ട് എന്ന് പറയുമ്പോൾ, ബുക്ക് എന്ന് പറയുമ്പോൾ, നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒന്ന് മനസ്സിലേക്ക് വന്നു, അല്ലേ? നോട്ട് ബുക്ക് എന്ന്, ബുക്ക് പറയുമ്പോൾ ഏത് ബുക്കും ആവാം, നോട്ട് പറയുമ്പോൾ ഏത് ടൈപ്പിലുള്ള നോട്ട്. അപ്പോൾ സിസ്റ്റത്തിൽ നമ്മൾ നോട്ട് ചെയ്ത് അങ്ങനെ ആവാം, എന്തും ആവാം, ഏത് രീതിയിലുള്ള നോട്ടോ. പക്ഷേ നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഗതിയാണ്. ഓക്കെ, 2 വാക്കുകളെ ഒരുമിച്ച് നിർത്തിയിട്ട് കോമ്പൗണ്ടിങ്, മനസ്സിലായില്ലേ? കോമ്പൗണ്ട് വേർഡ്സ് എന്നും ഇതിനെ പറയാറുണ്ട് ട്ടാ. ഇനി 2.6 ടൈറ്റിൽ നോക്കൂ. യൂസിങ് എ ഡിക്ഷണറി. നിങ്ങൾ ടെക്സ്റ്റ് അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് അടച്ചിട്ട് നിങ്ങളിഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നു, അതിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നു, അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ആസ് യു ലൈക്ക് ഇറ്റ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അതായത് ഒരാൾ ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ സാധാരണ ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ എന്താണ്, ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ഇല്ലാത്ത കുട്ടികളെ ഇരുത്താറില്ല. ബിക്കോസ് നമ്മൾ മറ്റുള്ള വിഷയങ്ങളെ പോലെയല്ല ഇംഗ്ലീഷ്. മറ്റുള്ള വിഷയങ്ങൾ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരണം നിർബന്ധമുണ്ടോ? +2 നമ്മൾ ബയോളജി പഠിച്ച സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ബയോളജിൻ്റെ ടെക്സ്റ്റ് കൊണ്ടുവരുന്നോ? ഇല്ലല്ലോ. ടീച്ചർ ബോർഡിൽ യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇൻ ഇംഗ്ലീഷ് ക്ലാസ് റൂം ടെക്സ്റ്റ് ബുക്ക് ഈസ് കമ്പൽസറി. ബിക്കോസ് ടെക്സ്റ്റിലുള്ള സ്റ്റോറിയാണ് നമ്മൾ വായിക്കുന്നത്. ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ ആ സ്റ്റോറി നമ്മൾ സൈലൻ്റ് ആയിട്ട് വായിക്കേണ്ടി വരും. ചിലപ്പോൾ ടീച്ചർ നമ്മളെ കൊണ്ട് വായിപ്പിക്കും. അതായത് അതിനാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ ഫോക്കസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഈസ് കമ്പൽസറി. അത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മാത്രമല്ല, ഇൻ ഓൾ ദ ലാംഗ്വേജ് ക്ലാസ് റൂംസ്. അറബിക്കാണെങ്കിലും ടെക്സ്റ്റ് വേണ്ടേ ക്ലാസ്സിൽ, അല്ലെങ്കിൽ സാറ് പുറത്താക്കൂലേ? റൈറ്റ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആവാം, പ്രശ്നമില്ല എന്നുള്ളതാണ് കേട്ടോ. യൂസിങ് എ ഡിക്ഷണറി ആൻഡ് തെസോറസ്.
ഇതാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിക്ഷണറിയെ കുറിച്ചിട്ടും തെസോറസിനെ കുറിച്ചിട്ടും നമ്മൾ പറയണം. ഡിക്ഷണറി എന്താണ് എന്നുള്ളതും അതിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതും, ഇനി തെസോറസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ഒരു ഡിക്ഷണറിയും ഒരു തെസോറസും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. പറയാം ഞാൻ. ഡിക്ഷണറി നമുക്ക് എല്ലാവരും അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഡിക്ഷണറി. നമ്മൾ സിസ്റ്റത്തിലുള്ള ഡിക്ഷണറി അല്ല കേട്ടോ, ഗൂഗിളല്ല, അതും ഒരു ഡിക്ഷണറിയാണ്. വാക്ക് അടിച്ചു കൊടുക്കുന്നു, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫോണ്ടിക്സും അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ഡിക്ഷണറി ഈ ഒരു ഹാർഡ് കോപ്പി ഉപയോഗിക്കുന്നവർ കുറവാണ് അല്ലേ, കാരണം മറ്റത് വളരെ ഈസിയാണ്, അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ അപ്പം തന്നെ കിട്ടുകയാണ്. മറ്റേ ഡിക്ഷണറി അവിടെ പോയി നോക്കണം അല്ലേ, അത് മറിച്ചുണ്ടാക്കണം. ചിലപ്പോൾ യൂസ് ചെയ്യാത്ത ഡിക്ഷണറി ആയിരിക്കും, അത് മറിക്കുന്ന സമയത്ത് മൂക്കിലേക്ക് പൊടി കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ജലദോഷമായാൽ കൊറോണ എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൊറോണ ആയതിനു ശേഷം ഈ അലർജി ഉള്ളവരൊക്കെ പുറത്തിറങ്ങാനല്ലേ പേടിയാണ്. അപ്പോൾ എനിക്ക് ഓരോ ദിവസം എണീക്കുമ്പോൾ ചെറുതായിട്ടുണ്ട് അലർജിൻ്റെ ചെറിയൊരു പ്രശ്നം. 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ ഒക്കെ ഉണ്ടാവും. എന്നാൽ ചിലർ അത് നല്ലതാണെന്ന് പറയും അല്ലേ, ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ ജലദോഷമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അല്ലേ. റൈറ്റ്. അതുപോലെ ബി പോസിറ്റീവ്. അപ്പോൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പേടിയാണ്, കാരണം ഈ ഒരു സാഹചര്യത്തിലേ ഇപ്പോൾ കുട്ടികളുടെ മുമ്പ് പോകല്ലേ, സാർ നിങ്ങളെന്താ കൊറോണ ആയിട്ട് ക്ലാസ്സിലേക്ക് ഒന്നും ചോദിക്കില്ല കുട്ടികൾക്ക് അറിയില്ലല്ലോ നമുക്കിങ്ങനെ തണുപ്പിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത്. ഓക്കെ, തണുപ്പ് സീസണിൽ നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെയൊക്കെ. ചിലവർക്ക് കൊറോണ വൈറസ് ഇത് കുത്തിവെച്ചപ്പം അലർജി ഉണ്ടായവരുണ്ട്, ചിലവർക്ക് അലർജി ഉള്ളവർ മാറിയതുണ്ട്. ഇഞ്ചക്ഷന് വാക്സിനേഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ 1-2 ആളുകൾക്ക് എന്താണ് അലർജി ഉണ്ടായിട്ടുണ്ട് വാക്സിനേഷന് ശേഷം. പക്ഷെ എനിക്ക് എന്താണ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം അലർജി കുറച്ച് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മെച്ചല്ലേ അല്ലേ, ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ എനിക്ക് കുറച്ച് റിലാക്സേഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. റൈറ്റ്. ഒരു ടീച്ചർ ഫിസിക്കലി ഫിറ്റായിരിക്കണം എന്നുള്ളതാണ്. ടീച്ചർ ഫിറ്റ് അല്ലെങ്കിൽ എന്താണ്, കുട്ടികൾ തീരെ ഫിറ്റ് ആവില്ല. അതായത് ടീച്ചർ നിന്ന് ക്ലാസ് എടുത്താൽ കുട്ടികൾ ഇരുന്ന് കേൾക്കും, ടീച്ചർ ഇരുന്ന് ക്ലാസ് എടുത്താൽ കുട്ടികൾ കിടന്ന് കേൾക്കും, ടീച്ചർ കിടന്ന് ക്ലാസ് എടുത്താൽ കുട്ടികൾ ഡാഷ്. ഓക്കെ, അങ്ങനെയാണ്. റൈറ്റ്. അതല്ല നമ്മുടെ വിഷയം. നമ്മൾ പോയത് ഡിക്ഷണറിയിൽ നിന്നാണ് പോയത്. ഡിക്ഷണറി ഇങ്ങനെ മറച്ച സമയത്ത് പൊടി പാറി, അതാണ് വിഷയം മാറിയത് അല്ലേ. അത് പൊടി പാറയിൽ നമ്മുടെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. പക്ഷേ അതൊക്കെ ആവാം ക്ലാസ്സിൽ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലേ ആനുകാലിക സംഭവങ്ങളാണ്, അതും കൂടി ആവാം ഇടയ്ക്ക് അല്ലേ. കം ബാക്ക്, ലെറ്റ് us കം ബാക്ക്. തിരിച്ചു വരാം. ഡിക്ഷണറി നിങ്ങൾക്കറിയാലോ, ഒരു ഡിക്ഷണറി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫോർമേഷൻസാണ് കിട്ടുന്നത്. വേർഡിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ചെക്ക് we are using dictionary to check the correct spelling ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിക്ഷണറി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഡിക്ഷണറി ഉപയോഗിക്കാറുള്ളത്, മീനിങ് നോക്കാം, പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് ഫോണറ്റിക്സ് നമുക്ക് അറിയുമെങ്കിൽ എല്ലാ സിമ്പിൾസും നമ്മൾ പഠിച്ചല്ലോ, ഫോണറ്റിക്സ് പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ സിമ്പിൾസൊക്കെ ഏകദേശം മനസ്സിലാക്കി. അപ്പോൾ ഒരു വാക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഡിക്ഷണറി നോക്കിയാൽ ആ സ്ലാഷിനിടയിൽ കൊടുത്തിട്ടുണ്ടാവും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ തനി വിഡ്ഢിത്തരമൊക്കെ ഉച്ചരിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഫുഡിൻ്റെ കേസൊക്കെ ഫുഡല്ല ഫുഡാണ്, ഫൂട്ടല്ല ഫുട്ടാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് എന്താണ്, വൈ ബിക്കോസ് ആ ടീച്ചേഴ്സ് തോട്ട് ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ഇനി നമ്മുടെ കുട്ടികൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ നമ്മളെ കുറ്റം പറയും. കബീർ സാർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, കബീർ സാർക്ക് എന്തുകൊണ്ട് ഫുഡ് എന്ന് പറഞ്ഞുവിടായിരുന്നോ, അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഞങ്ങളെന്താണ് അല്ലേ, കുട്ടികൾ നമ്മളെ കുറ്റപ്പെടുത്തും. പക്ഷെ അത് പെട്ടെന്ന് മാറ്റുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. ഹാവ് യു ഹാഡ് യുവർ ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ ഫുഡോ, ഫുഡല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ അങ്ങോട്ട് മാറ്റി കൊണ്ടുവരണം ഈ ഒരു സംഗതികളൊക്കെ കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ അറിയാം, ഡിക്ഷണറിയിൽ നിന്ന് നമുക്ക് കറക്റ്റ് സ്പെല്ലിങ് കിട്ടുന്നു, വാക്കിൻ്റെ അർത്ഥം കിട്ടുന്നു, പിന്നെ ടു ചെക്ക് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, പ്രനൗൺ അല്ല പറഞ്ഞിട്ടുണ്ട്, പ്രൊനൗൺസിയേഷനാണ് നൗൺ ഫോം. വേർബ് ആകുമ്പോഴാണ് പ്രനൗൺസ് എന്ന് പറയേണ്ടത്, OU വരുന്നത്. നിങ്ങളോട് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. റൈറ്റ്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം തോന്നുമെങ്കിൽ, നിങ്ങൾ മച്ചുവേർഡ് സ്റ്റുഡൻസ് ആണ്, പിന്നെ ഏതെങ്കിലും സംശയം തോന്നുമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഷുവർലി യു ഹാവ് ടു ഇൻഫോം മീ സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ ലേൺ. അങ്ങനെയാണ് അല്ലേ. യെസ്, നമുക്ക് അങ്ങനെ ആയിരിക്കണം. റൈറ്റ്. അതെന്താ പറഞ്ഞത്, ഡിക്ഷണറി വീണ്ടും ഡിക്ഷണറിയും തെസോറസും നീ ചോദിച്ചാൽ നിങ്ങൾ എഴുതാതിരിക്കാൻ പറ്റൂല, കാരണം അത്രയും തവണ നമ്മൾ വീണ്ടും പറയാണ് സ്പെല്ലിങ്, മീനിങ്, പ്രൊനൗൺസിയേഷന്, പിന്നെ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്നുള്ളത് ഉണ്ടാവും ഡിക്ഷണറിയിൽ. ഈ ഡിക്ഷണറി അത് വരുന്നുണ്ട് പറയാം ഞാൻ.
ഡിക്ഷണറി ഏത് പാർട്ട് ഓഫ് സ്പീച്ച്, അത് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണോ എന്നുള്ളതും എവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബ്രാക്കറ്റിലാണ് കൊടുക്കുക. നൗൺ ആണെങ്കിൽ എൻ ഉണ്ടാവും, അഡ്ജക്റ്റീവ് ആണെങ്കിൽ എ ഡി ജെ ഉണ്ടാവും, ആഡ്വേർബ് ആണെങ്കിൽ എ ഡി വി ഉണ്ടാവും, വേർബ് ആണെങ്കിൽ വി ഉണ്ടാവും, പ്രിപ്പോസിഷൻ ആണെങ്കിൽ പി ആർ ഇ എന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. റൈറ്റ്. അപ്പോൾ ഡിക്ഷണറി കഴിഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെയുണ്ട് പറയുകയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കൂടെ നോക്കിയാൽ മതി. എക്സാമ്പിൾസ് ഉണ്ടാവും. അത് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ. ചില വാക്കിനൊക്കെ എന്താ അറിയോ, ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. 10 അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും, 10 മീനിങ്സ് ഉണ്ടാവും. 10 ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, എന്താ മനസ്സിലാകുന്നില്ലേ? റൈറ്റ്. ഡിക്ഷണറി കഴിഞ്ഞു. ഇനി ഡിക്ഷണറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു സംഗതിയാണ് മോണോലിംഗൽ ആൻഡ് ബൈലിംഗൽ ഡിക്ഷണറി. നമ്മൾ ഏതാ ഫോളോ ചെയ്യേണ്ട അറിയോ? കുട്ടികളോട് നമ്മൾ ഡിക്ഷണറി വാങ്ങാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇത്രയും വലുപ്പമുള്ള ആ ഓക്സ്ഫോർഡ്, നമ്മൾ ഡിക്ഷണറി പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഒരുപാട് ഡിക്ഷണറീസ് അവൈലബിൾ ആണ്. പക്ഷേ സാധാരണ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സൊക്കെ ആവശ്യപ്പെടുന്ന ഡിക്ഷണറി എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ആണ്. അതാണ് റെഫറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറയാറുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബി എഡിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഡിക്ഷണറി, അന്ന് ഏകദേശം 450 രൂപ, സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് 500 രൂപ പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പോലും ഞാൻ വാങ്ങിയത്. ബിക്കോസ് അന്ന് എൻ്റെ ബി എഡിൻ്റെ സാറാണ് പറഞ്ഞത്, നമ്മൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്, ഒരു ഡിക്ഷണറി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അന്നിപ്പോൾ ഈ സംവിധാനങ്ങളൊന്നും ഇല്ല, ആയി വരുന്നേ ഉള്ളൂ. ഡിക്ഷണറി വാങ്ങുമ്പോൾ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി വാങ്ങിക്കോ. പിന്നെ നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാമറാണ് വേണ്ടി വരിക. അതിന് റൺ ആൻഡ് മാർട്ടിൻ്റെ ഗ്രാമർ ബുക്ക് ഉണ്ട്, അത് വാങ്ങാൻ, അത് യൂസ് ചെയ്യാനാണ്, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 സംഗതികളാണ് യൂസ് ചെയ്യാൻ ടീച്ചേഴ്സ് ആവശ്യപ്പെടാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഡിക്ഷണറി എന്ന് പറയുമ്പോൾ മോണോലിംഗലും ഉണ്ടാവും, ബൈലിംഗലും ഉണ്ടാവും. ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി എന്ന് പറയുന്നത് മോണോലിംഗലാണ്. മോണോലിംഗൽ ഒരു ഭാഷ. ഇംഗ്ലീഷിൻ്റെ മീനിങ് എങ്ങനെ എഴുതുക? ഇംഗ്ലീഷിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ കുട്ടികൾ ഇംഗ്ലീഷിൻ്റെ മീനിങ് അവർ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് അതിൻ്റെ മീനിങ് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ്. ബൈലിംഗൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഇംഗ്ലീഷ് ടു മലയാളം, ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ, അത് ബൈലിംഗലാണ്. ഇനി 3 ഭാഷയ്ക്ക് വരുന്നുണ്ടാവും. ഇംഗ്ലീഷ് ഒരു വാക്ക്, ആ വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ, ഇനിയിപ്പോൾ അറബിയിൽ, അങ്ങനെയുള്ളതുണ്ടാവും. അങ്ങനെയും ഉണ്ടാവാറുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മോണോലിംഗൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിലാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷനും ഒരുപാട് എക്സാമ്പിൾസും ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ് എന്നുള്ളതും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്നുള്ളതും തുടങ്ങിയ കാര്യങ്ങൾ, ആ വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തന്നെ. നമുക്ക് പിടി കിട്ടിയോ? ഡിക്ഷണറി എന്താ പിടിയിട്ടില്ലേ? അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് കിട്ടില്ല. അതായത് ഡിക്ഷണറിയിൽ നിന്നും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത് മനസ്സിലായില്ലേ? പിന്നെ എന്ത് മനസ്സിലായി? മോണോലിംഗൽ ഡിക്ഷണറി മനസ്സിലായില്ലേ? ബൈലിംഗൽ ഡിക്ഷണറി മനസ്സിലായില്ലേ? ഇനി ഏതുണ്ട്? 3 ഭാഷയ്ക്ക് വരുന്ന ഡിക്ഷണറിയും ഉണ്ട്. ഇനി നമ്മൾ എന്താ പറയാനുള്ളത്? തെസോറസ് അല്ലേ പറയാനുള്ളത്. അപ്പോൾ ഒരു ഡിക്ഷണറിയും തെസോറസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? തെസോറസ് ആകുമ്പോൾ എന്തുണ്ടാവും? ഈ വക കാര്യങ്ങൾക്കൊന്നും അത്രമേൽ ഇമ്പോർട്ടൻസ് ചിലപ്പം കൊടുത്തിട്ടുണ്ടാവില്ല. മറിച്ച് തെസോറസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൻ്റെ പിക്ചറിനാണ്. പിക്ചേഴ്സ് ഒരുപാടുണ്ടാവും. ഡിക്ഷണറിയേക്കാൾ കൂടുതൽ പിക്ചേഴ്സ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് എവിടെ ഉണ്ടാവും? തെസോറസിലുണ്ടാവും. ഓക്കെ, റൈറ്റ്. ഇനി ഇംപ്രൂവിങ് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ, അത് ഈ 2nd യൂണിറ്റ് കഴിഞ്ഞു കേട്ടോ. 3rd യൂണിറ്റ്, ഈ ഒരു ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റാണ് ഇനി പറയാൻ പോകുന്നത്. യൂണിറ്റ് നമ്പർ 3. ഓക്കെ, ഇംപ്രൂവിങ് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ. ഇംപ്രൂവിങ് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ, അതിൽ ഒന്നാമത്തേത് ഫോം ആൻഡ് ഫങ്ഷൻ എന്നുള്ളൊരു ഹെഡിങ് ഉണ്ട്. അത് സെൻറ്റൻസിൻ്റെ ഫോം ആൻഡ് ഫങ്ഷൻ ആണ് ഉദ്ദേശിച്ചത്. ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഫോം, സ്ട്രക്ചർ ഉദ്ദേശിച്ചത് ഒരു സെൻറ്റൻസ്, വ്യത്യസ്ത ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ ഓക്സിലറി വേർബ് ആദ്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ആർ യു കമ്മിങ്? നീ വരുന്നുണ്ടോ? യു ആർ കമ്മിങ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതിലെ ആർ എന്ന് പറയുന്ന ഓക്സിലറി വേർബിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് ഉപയോഗിച്ചാൽ ആർ യു കമ്മിങ് എന്നായി. ആർ യു കമ്മിങ് എന്ന് പറയുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയി. ക്വസ്റ്റ്യൻ രീതിയിലുള്ള സെൻറ്റൻസിനെയാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുക. അതിന് വിളിക്കുന്ന പേരാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ്. അത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആണോ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണോ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണോ, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണോ, ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട്. അതായത് വ്യത്യസ്ത കാറ്റഗറി ഉണ്ട് കേട്ടോ, വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്.
ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നൗണിനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. നൗണിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ ആൻഡ് മാസ്കുലിൻ ജെൻഡർ. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നൗൺ ഈസ് ബേസ്ഡ് ഓൺ ദ ജെൻഡർ. നൗ ഇനി നോക്കൂ, ഇനി നമ്പറിൻ്റെ ബേസിൽ നൗണിനെ ക്ലാസിഫൈ ചെയ്യാം. ബോയ്സ്, ബോയ് സിംഗുലർ പ്ലൂരൽ. അപ്പോൾ സിംഗുലർ പ്ലൂരൽ, ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ നമ്പർ. എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൗണിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ നൗണിനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യാം, വ്യത്യസ്ത ടൈപ്പിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സെൻറ്റൻസിനെയും വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാറ്റഗറി ഇങ്ങനെയാണ്, ഇൻ്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, അഫർമേറ്റീവ്, ഡിക്ലറേറ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ സെൻറ്റൻസ്. അത് ക്ലോസും ഫ്രേസും നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ക്ലാസിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അഫർമേറ്റീവ് ആണോ, ഇമ്പറേറ്റീവ് ആണോ, ഡിക്ലറേറ്റീവ് ആണോ, ഇൻ്ററോഗേറ്റീവ് ആണോ. ക്വസ്റ്റ്യൻ ടൈപ്പിനാണ് ഇൻ്ററോഗേറ്റീവ് എന്ന് പറയാം. ഇപ്പോൾ ഡിക്ലറേറ്റീവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിക്ലറേറ്റീവ് പിന്നെ വാട്ട് എ ബ്യൂട്ടി അല്ല, അവിടെ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. അവസാനത്തിൽ എക്സ്ക്ലമേഷൻ മാർക്ക് വരും. ആശ്ചര്യം, അത്ഭുതം, വാട്ട് എ ബ്യൂട്ടി അല്ലേ. ഇപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് ഓ വാട്ട് എ ബ്യൂട്ടി, സോ ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതെന്താണ്, അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ചോദ്യം, വൈ ആർ യു ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്, ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആർ യു കമ്മിങ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബിന് ആദ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തതാണ്. ഇതും ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ അതാണ് വരുന്നത്. അത് ഏത് ടൈപ്പാണ് എന്നുള്ളതാണ് അവിടെ പറയേണ്ടത്. ഇനി ഫങ്ഷൻ എന്ന് പറയുന്നത്, ഫോം ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഫോം കൊണ്ട് ഉദ്ദേശിച്ച സ്ട്രക്ചറാണ്. ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഫങ്ഷൻസിൽ വരുന്ന ഒന്നാമത്തേത് ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫോർമേഷൻ സച്ച് ആസ് ഫാക്ട്സ്, റിയാലിറ്റി, ഫാക്റ്റ്, കാര്യങ്ങൾ, പിന്നെ ഫാക്ട്സ് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ലാംഗ്വേജിൻ്റെ ഏത് ഫംഗ്ഷനാണെന്ന് ചോദിച്ചാൽ ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷനാണ്. ഹലോ, നമ്മളേ ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായ സംഗതി, ഇംപ്രൂവിങ് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ എന്നുള്ള ഒരു ടൈറ്റിലാണ്. അതിൽ ഫോം ആൻഡ് ഫങ്ഷൻസാണ് വരുന്നത്. ഫോം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫോം എന്ന് പറഞ്ഞാൽ ഈ അഫർമേറ്റീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇതാണ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് എന്തൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കുക, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക? ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അല്ലേ, അതല്ല അതിൻ്റെ പർപ്പസ് അല്ലേ. ഇനിയിപ്പോൾ ചില സെൻറ്റൻസ് ഉണ്ട്, ഞാൻ ഇന്ന് അരമണിക്കൂർ ലേറ്റ് ആയിരിക്കും. ഇതെന്താണ്, ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ് അല്ലേ. അതെന്താണ്, ടു കമ്മ്യൂണിക്കേറ്റ് ആൻ ഇൻഫോർമേഷൻ. അല്ലെങ്കിൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള എന്താണ്, ഒരു ഫാക്റ്റ് എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവർക്ക് കൈമാറപ്പെടുകയാണ്. ദ സൺ സാറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അല്ലെങ്കിൽ വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees Celsius. ഇതൊക്കെ എന്താണ്, ഫാക്റ്റാണ്. ഈ ഫാക്റ്റുകളെ മറ്റുള്ളവർക്ക് എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ പർപ്പസാണ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, ടു എക്സ്പ്രസ് ഓർ വണ്ടർ. അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലാണ് വരിക. അല്ലെങ്കിൽ ഇപ്പം എന്താ പറഞ്ഞത്, ടു ആസ്ക് എ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ടു പാസ് ഇൻഫോർമേഷൻ വരുന്നുണ്ട്. പർപ്പസ് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്കറിയുന്ന സംഗതിയാണ്, ഒന്നുമില്ല, പുതുമൊന്നുമില്ല. ഈ ഒരു ടൈറ്റിൽ വരുമ്പോൾ എന്താണ് എഴുതേണ്ടത് എന്നുള്ളതൊന്ന് കണക്ട് ചെയ്ത് വെക്കപ്പെടണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അഗ്രി ചെയ്യാൻ, ഡിസഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, ഫങ്ഷൻസ് ആണ്. ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ ഭാഷ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. ഭാഷ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് എന്താ വരുന്നത്, സെൻറ്റൻസുകളല്ലേ വരുന്നത്. ആ സെൻറ്റൻസുകൾ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുക, നിങ്ങൾ ചിന്തിച്ചാൽ പറ്റും. നമ്മുടെ ലൈഫിൽ നമ്മൾ സെൻറ്റൻസുകളെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ, ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളോട് ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് പറയാൻ, ഒരാളെ ഒരു പരിപാടിക്ക് വിളിക്കാൻ, ഇൻവൈറ്റ് ചെയ്യാൻ, ഒരു സംഗതി അഗ്രി ചെയ്തുകൊണ്ട് സംസാരിക്കാൻ, അതിനെ ഡിസഗ്രി ചെയ്തുകൊണ്ട് സംസാരിക്കാൻ. ഇതൊക്കെ തന്നെയാണ് എന്തിൽ വരുന്നത്, ഫങ്ഷൻസ് എന്നുള്ള ടൈറ്റിൽ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത യൂസ് ഓഫ് ടെൻസസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇനി അടുത്തതായിട്ട് വരുന്നത്.
യൂണിറ്റ് നമ്പർ 3 പ്രധാനമായിട്ടും വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ടെൻസ് തന്നെയാണ്. ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എത്ര ടെൻസ് ഉണ്ട്? ഇംഗ്ലീഷ് ഭാഷയിൽ 12 ടെൻസുകളുണ്ട്. പ്രധാനമായിട്ടും എത്ര ടെൻസുകളുണ്ട്? ടെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെൻസ് എന്ന് പറഞ്ഞ ടൈമാണ്. അപ്പോൾ 3 രീതിയിലുള്ള സമയമാണ് നമുക്കുള്ളത്. കഴിഞ്ഞു പോയ സമയവും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രസൻറ്റ് എന്ന് പറയുന്ന സമയവും ഇനി വരാനിരിക്കുന്ന സമയം, അതിനെയാണ് ഫ്യൂച്ചർ എന്ന് പറയുക. ഇത് തന്നെയാണ് ടെൻസ്. അപ്പോൾ പ്രധാനമായിട്ട് ഏത് ഭാഷയാണെങ്കിലും 3 ടെൻസുകളാണുള്ളത്. പക്ഷേ അറബിയിൽ 2 തോന്നുന്നു. സെൻസ് എങ്ങനെ എനിക്കറിയില്ല. അറബിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ഒട്ടുമിക്ക ഭാഷകളിലും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ 3 ടെൻസ്. ഇനി ഇംഗ്ലീഷ് ഭാഷയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഓരോ കാറ്റഗറിയിൽ 3 വീതം വരുന്നുണ്ട്. പാസ്റ്റിൽ 3 വരുന്നുണ്ട്, പ്രസൻറ്റിൽ 3 വരുന്നുണ്ട്, ഫ്യൂച്ചറിൽ 3 വരുന്നുണ്ട്. ഏതറിയില്ലേ? പാസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ ഈ പ്രസൻറ്റിൽ ചെയ്താൽ മതി. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ ഫ്യൂച്ചറിലും ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 12 ടെൻസായി കേട്ടോ. എല്ലാ ടെൻസും ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ടെക്സ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് പ്രസൻറ്റ് ടെൻസും പറയുന്നുണ്ട്, പാസ്റ്റ് ടെൻസും പറയുന്നുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പറയുന്നുണ്ട്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പറയുന്നുണ്ട്, സിമ്പിൾ പാസ്റ്റ് പറയുന്നുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുന്നുണ്ട്. ഈ മൂന്ന് ടെൻസുകളാണ് കുറച്ചും കൂടി ആയത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ ടെൻസും പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂർ സമയമെടുക്കും. അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ യൂസേജൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നല്ല സമയമെടുക്കും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ അതെല്ലാം കൂടിയും ഒറ്റയടിക്ക് ഞാൻ ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് മുതിരുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് മറിച്ചപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും അനുഭവിച്ച ഈ ഒരു സംഗതി, അതായത് പ്രധാനമായിട്ടും ഈ 3 ടെൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ച പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് അതൊന്ന് പറയാം. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാലോ. എല്ലാത്തിലും സബ്ജക്റ്റ് ആദ്യം വരും അല്ലേ? സബ്ജക്റ്റ് വരും. പിന്നെ വേർബ്, അതെങ്ങനെ വേർബിൻ്റെ ഭാഗത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് ആകുമ്പോൾ അവിടെ ഡു അല്ലെങ്കിൽ ഡസ് ഫോം, 2 ഫോം ഉണ്ട്. ഡു ഫോം ഉണ്ട്, ഡസ് ഫോം ഉണ്ട്. ബേസിക് ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഡു ഫോം എവിടെ ഉപയോഗിക്കാം, ഡസ് ഫോം എവിടെ ഉപയോഗിക്കാം നമ്മൾ പഠിച്ചാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു 30% അല്ലെങ്കിൽ 40% നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. കുട്ടികൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഗതിയാണ്, മാറിപ്പോവാറുണ്ട്. പക്ഷെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഡു ഫോം എന്ന് പറഞ്ഞാൽ ഹീ, ഷീ, ഇറ്റ്, അതുപോലെ തന്നെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ്, ഏകവചനം സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ ഡസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ബാക്കി അയ്യോ ദേവി ഷോർട്ടായിട്ട് കുട്ടികളോട് പറയാറുണ്ട്. അയ്യോ ദേവി ഓർത്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്, ഓർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ, യു, ദേ, വി എന്ന് പറയുന്ന ഈ 4 പ്രൊനൗൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊനൗൺസ് അയ്യു ദേവി. പിന്നെ അതുപോലെ തന്നെ പ്ലൂരൽ ഫോംസ്, ഒന്നിൽ കൂടുതലുള്ള ബഹുവചനം സബ്ജക്റ്റായിട്ട് വരുന്ന സമയത്താണ് ഡു ഫോം ഉപയോഗിക്കേണ്ടത്. അതായത് ഈ ഐൻ്റെ കാര്യം ഒരു എക്സെപ്ഷണൽ കേസാണെന്ന് ഓർത്ത് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ യു നമുക്കറിയാം, യു എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത സിംഗുലറും യു തന്നെയാണ്, പ്ലൂരലും യു തന്നെയാണ്. അപ്പോൾ യു നമ്മൾ പ്ലൂരലിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഈ ഡു ഫോം ഉപയോഗിക്കേണ്ടത് പ്ലൂരലാണ് എന്നാണ് കുട്ടികളോട് പൊതുവെ പറയുമ്പോൾ പറയാറുള്ളത്. പക്ഷേ രണ്ട് ആളുകൾ എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. ഒന്ന് ഐ ആണ്. ഞാൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, സിംഗുലറാണ്, പക്ഷേ ഡു ഫോം ആണ് ഉപയോഗിക്കുക. അതായത് എക്സെപ്ഷണൽ കേസാണ് ഐ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യു, സിംഗുലർ യു ഉണ്ട്. നീ, ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ എന്ന് പറയുന്ന യു ഉണ്ടല്ലോ. ഒരുപാട് ആളുകളുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലും ഇംഗ്ലീഷിൽ യു എന്ന വാക്ക് തന്നെ ഉള്ളൂ, വേറെ വാക്കുകളൊന്നുമില്ല. യുവർ എന്നാൽ നിൻ്റെ, നിങ്ങളുടെ എന്നുള്ളതാണ് യുവർ. യു എന്ന വാക്ക് നീ എന്നതിന് യു ആണ് ഇംഗ്ലീഷിൽ, നിങ്ങൾ എന്നതിനും യു എന്ന് തന്നെയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൽ എക്സെപ്ഷണൽ കേസ് എവിടെ എടുക്കുന്ന സിംഗുലർ ആയിട്ടുള്ള യു നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അതെന്താണ്, പ്ലൂരലിൻ്റെ കേസിലാണ് വരിക. ഈ 2 സംഗതികൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ബേസിക്കായിട്ട് പഠിച്ചു വെക്കുന്നത് പ്ലൂരൽ ആവുമ്പോൾ ഡു ഫോം ഉപയോഗിക്കണം. അപ്പോൾ ഈ ഡു ഫോം, ഡസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഏതിനാണ് ഉണ്ടാവുക? എവിടെ നോക്കിയാലും നമുക്ക് ടെൻസ് മനസ്സിലാവുക. ഒരു സെൻറ്റൻസിൽ വേർബിനെ നോക്കുമ്പോഴാണ് നമുക്ക് ടെൻസ് ഏതാണെന്ന് മനസ്സിലാവുക. അല്ലാതെ നൗണിനെ നോക്കിയാലോ ഒബ്ജക്റ്റിനെ നോക്കിയാലോ പ്രിപ്പോസിഷനെ നോക്കിയാലോ അല്ലെങ്കിൽ പ്രോനൗണിനെ നോക്കിയാലോ ഒന്നും നമുക്ക് എന്ത് മനസ്സിലാവില്ല, ടെൻസ് മനസ്സിലാവില്ല. ടെൻസ് ഏത് ടെൻസാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ എവിടെ നോക്കേണ്ടത്, വേർബിനെയാണ് നോക്കേണ്ടത്. വേർബിനെ നോക്കുമ്പോഴാണ് ഏത് ടെൻസാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഡു ഫോം എന്താണ്, ഡസ് ഫോം എന്താണെന്നുള്ളത് ഒന്നുമില്ല. വേർബിൽ എസ് ഉള്ള രൂപത്തെയാണ് ഡസ് ഫോം എന്ന് പറയാം. ഇപ്പോൾ പ്ലേസ് എന്നുള്ള വാക്കെടുക്കുക, അല്ലെങ്കിൽ റൈറ്റ്, റൈറ്റ്സ്, 2 ഫോം ഉണ്ട്. റൈറ്റ്, റൈറ്റ്സ്, രണ്ടിൻ്റെയും അർത്ഥം സെയിം ആണ്.
എഴുതുക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് മാറ്റം കിടക്കുന്നത്. മനസ്സിലായോ? റൈറ്റ് എന്നുള്ളതാണ് ഡു ഫോം എന്നറിയപ്പെടുന്നത്. റൈറ്റ്സ് അവിടെ ഒരു എസ് വരുന്നുണ്ട്, എക്സ്ട്രാ വരുന്നുണ്ട്, ഇതിനെയാണ് ഡസ് ഫോം എന്ന് പറയാം. ഓക്കെ, ഡു ഫോം ആണ് റൈറ്റ് എന്നുള്ളത് ഡു ഫോം ആണ്, റൈറ്റ്സ് എന്നുള്ളത് ഡസ് ഫോം ആണ്. ആ ഡു ഫോമിന് വേറെ എക്സാമ്പിൾ പറഞ്ഞേ. പ്ലേസ്, പ്ലേ. ഡു ഫോം ആകുമ്പോൾ പ്ലേ, ഡു ഫോം ആകുമ്പോൾ പ്ലേ, ഡ്രിങ്ക്, ഈറ്റ്, ജംപ്, വാക്ക്, റൺ, ഇതൊക്കെ എന്താണ് ഡു ഫോം ആണ്. ഇനി ഇതിൻ്റെ ഡസ് ഫോം പറഞ്ഞേ നിങ്ങൾ. റൈറ്റ് ആകുമ്പോൾ റൈറ്റ്സ്, പ്ലേ ആകുമ്പോൾ പ്ലേസ്, ഈറ്റ് ആകുമ്പോൾ, ഡ്രിങ്ക് ആകുമ്പോൾ, വാക്ക് ആകുമ്പോൾ, റൺ ആകുമ്പോൾ ഡസ് ഫോം ആയി. എസ് ഉള്ള രൂപത്തിനാണ് ഡസ് ഫോം എന്ന് പറയാം കേട്ടോ. ഇത് വേർബിനാണ് വരിക. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ 2 ഫോംസ് ഉണ്ടാവും, ഡു ഫോം ഉണ്ടാവും, ഡസ് ഫോം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക? സബ്ജക്റ്റ് ആരാണോ വന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് ആരാണോ അതിനനുസരിച്ചുള്ള ഡു ആണ് ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിനാണ് എന്ത് പറയുക? സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് എന്നതിനെ വിളിക്കാറുണ്ട്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ആ ഒരു അഗ്രിമെൻറ്റ്, SV അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോങ്കേർഡ് എന്ന് വിളിക്കാറുണ്ട്. കോങ്കേർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള അഗ്രിമെൻറ്റ്. ഈ അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള വേർബിനെയാണ്, വേർബ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിനെയാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൊന്നും ഇല്ല, എല്ലാ ടെൻസിലും എന്തുണ്ട്? സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് ഉണ്ട്, കോങ്കേർഡ്. ക്ലിയർ അല്ലേ? ഞാനിപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് പറഞ്ഞത്. ഇതിൻ്റെ യൂസേജ് നമുക്കറിയാലോ. നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയ സമയത്ത് ആ വ്യക്തി എന്താണ്? ഭക്ഷണം കഴിക്കുകയാണ്. സോ ഹി ഈറ്റ്സ്. ഞാൻ തുടർച്ചയായിട്ടുള്ള പ്രോസസ്സ് ആകുമ്പോഴാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്കൊക്കെ പോവുക കേട്ടോ. അപ്പോൾ അതത്ര മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ യൂസേജിൽ സാധാരണ യൂണിവേഴ്സൽ ട്രൂത്ത്, ഇപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ സെറ്റ്സ് എന്നുള്ള വാക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഡെയിലി ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസേജ് ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞത് അതല്ല. ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് അവിടെ കിടക്കുന്നത്. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ എക്സ്ട്രാ ചില യൂസേജ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് UG സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ക്യാൻ ബി യൂസ്ഡ് ടു സ്പീക്ക് അബൌട്ട് എ ഫ്യൂച്ചർ ആക്ഷൻ. ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ നമുക്ക് ഫ്യൂച്ചറിൽ ഏത് ടെൻസും ഉപയോഗിക്കാം. അതിനു പുറമെ ഈവൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിലുള്ള ഒരു ആക്ഷൻ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഉയർന്ന് ചിന്തിക്കേണ്ട കുറച്ച് പ്രയോഗങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കാലിക്കറ്റിലേക്ക് വരികയാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അദ്ദേഹം എവിടെ ഇറങ്ങും? നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങും അല്ലേ. അപ്പോൾ ഇതൊരു ന്യൂസാണ്. ജേർണലിസ്റ്റ് എടുക്കണം ഞാൻ വേണ്ടല്ലോ. ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂസ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഓർഡിനറി പേഴ്സൺ ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ്, അത് ന്യൂസ് ആവും. നമ്മൾ ഓർഡിനറി പേഴ്സൺസ് ആണ്, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ന്യൂസായിട്ട് മാറും. ഇനി എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ഡൂയിങ് ഓർഡിനറി തിങ്സ്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വരുന്നു എന്നുള്ളത് എന്താണ്? ഒരു ഓർഡിനറി സംഗതിയാണ്. അപ്പോൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഐദർ ഓർഡിനറി പേഴ്സൺ ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ഓർ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ഡൂയിങ് ഓർഡിനറി തിങ്സ്. ഇതാണ് ന്യൂസ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതെന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് അടുത്ത ദിവസം പത്രത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ടൈറ്റിലായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ദ ഹിന്ദു അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരികയാണെങ്കിൽ ടൈറ്റിൽ എങ്ങനെ ആയിരിക്കും അറിയാം? നാളെയാണ് അദ്ദേഹം വരുന്നത്, പക്ഷേ ഇന്നത്തെ പത്രത്തിൽ ഷെഡ്യൂൾ ചെയ്തു. അതായത് ഈ ട്രാവൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ യാത്ര ഓക്കെ ആയി, പ്ലാൻഡ് ആണ്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ നാളെ നടക്കാനിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ന്യൂസിൽ വരിക? എങ്ങനെയാണ് ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുക? PM വിസിറ്റ്സ് കാലിക്കറ്റ്. PM വിസിറ്റ്സ് കാലിക്കറ്റ്. നോക്കൂ, ഇവിടെ ഉപയോഗിച്ചത് വിസിറ്റ്സ് എന്നുള്ള വാക്കാണ്. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നാളെ, അതായത് ഫ്യൂച്ചറിൽ നടക്കേണ്ട ഒരു പ്രവൃത്തിയെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ഉയർന്ന് ചിന്തിക്കേണ്ട
എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും. അത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്ത, അതായത് സ്ട്രക്ചറൊക്കെ അറിയാം, സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ അറിയാം, ഘടന അറിയാം, പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഘടന അറിയാം. പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, യൂസേജിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പലവർക്കും അറിയില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കൺഫ്യൂഷന്, അല്ലെങ്കിൽ കുട്ടികൾ UG സ്റ്റുഡൻസ് പഠിക്കേണ്ട ഒരു സംഗതി ആണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം അതിനെ കുറച്ച് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ ഞാൻ ആദ്യം ഒന്ന് പറയാം. അതായത് നമ്മൾ ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൻ്റെ പാസ്റ്റാണ് എന്ത്? ഹീ പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റാണ്. അതിനെന്ത് ചെയ്താൽ മതി? പ്ലേ എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ ED എന്ന് പറയുന്നത് ചേർത്ത് കൊടുത്താൽ മതി. ഒട്ടുമിക്ക വാക്കിനും, എല്ലാ വാക്കിനും ED ചേർത്ത് കൊടുത്താൽ പാസ്റ്റ് കിട്ടൂല. റൈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് റൈറ്റഡ് എന്നല്ല, റോട്ട് എന്നാണ്. ഇതിനെ റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ പറയാറുണ്ട് കേട്ടോ. ED വെച്ചിട്ട് നമ്മൾ വേർബിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ റെഗുലർ വേർബ്സ് എന്നും, ED വെക്കാതെ മറ്റ് വിധേയനെ നമ്മൾ പാസ്റ്റ് ഫോം കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇറഗുലർ വേർബ്സ് എന്നും പറയാറുണ്ട്. സ്ട്രോങ് വേർബ്സ് അല്ലെങ്കിൽ വീക്ക് വേർബ്സ് എന്നും പറയാറുണ്ട് ഇതിന്. നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലായോ? മനസ്സിലായില്ല? സബ്ജക്റ്റ് പ്ലസ് V2, വേർബിൻ്റെ ബോർഡില്ലാത്ത ചെറിയൊരു പരിമിതി ഉണ്ടല്ലേ. അവിടെ മറ്റേ മൂവബിൾ ബോർഡൊന്നും ഇല്ലല്ലോ. ഉച്ചയ്ക്ക് നിങ്ങൾ നോക്കണ്ടേ ലഞ്ച് ബ്രേക്കിന് കേട്ടോ. മൂവബിൾ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടുള്ള മറ്റേതുണ്ടല്ലോ, മാർക്കർ പെന്നോണ്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. ബ്ലാക്ക് ബോർഡിൻ്റെ യൂസേജ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ആ ക്ലാസ് റൂം തന്നെ കിട്ടുമെങ്കിൽ, ബോർഡുള്ള ക്ലാസ് റൂം കിട്ടുമെങ്കിൽ അത് പ്രിഫർ ചെയ്യാം. ഇന്ന് എക്സാം ഉള്ളതുകൊണ്ടല്ലേ, എക്സാം ഇല്ലാത്ത ദിവസങ്ങളിൽ മറ്റേ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഒരു ബോർഡ് ഉണ്ടായിരിക്കും, നന്നാവും. ബോർഡ് ഉണ്ടാകുമ്പോൾ ഒരു ബോർഡും ചോക്കും കൊടുത്താൽ അത് ഉണ്ടെങ്കിൽ എഴുതും, ഇല്ലെങ്കിൽ എഴുതൂല. അങ്ങനെയാണ് സ്വഭാവം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഒരു പേപ്പർ എടുക്കല്ലേ. അപ്പോൾ ചോക്കും ബോർഡൊക്കെ ഉണ്ടെങ്കിൽ എഴുതും, ഇല്ലെങ്കിൽ ഓക്കെ റൈറ്റ്. ഫെസിലിറ്റീസ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്ട്രക്ചർ എങ്ങനെ വരിക എന്ന് മനസ്സിലായോ? സബ്ജക്റ്റിന് ശേഷം വേർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കണം. അപ്പോൾ പ്ലേ എന്നാണെങ്കിൽ പ്ലേഡ്, ഈറ്റ് ആണെങ്കിൽ എയ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റോട്ട്, ഇങ്ങനെയാണ് വരിക. സിമ്പിൾ പാസ്റ്റ് സ്ട്രക്ചർ മനസ്സിലായി? കിട്ടിയോ? മീനിങ് മനസ്സിലായില്ലേ? അതായത് പാസ്റ്റിൽ കഴിഞ്ഞൊരു സംഗതിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. കളിച്ചു, തിന്നു, കുടിച്ചു, അങ്ങനെ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ പറയാം? ഐ ഹാഡ് റിട്ടൺ എ നോവൽ, ഐ ഹാഡ് റിട്ടൺ എ നോവൽ, ഹാഡ് റിട്ടൺ. അതായത് ഹാഡ് വരും, ഹാഡ് കോമൺ ആയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ റിട്ടൺ എന്ന് പറയുന്നത് ആ വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ മൂന്നാമത്തെ രൂപമാണ് കേട്ടോ. V3 എന്ന് പറയുന്നത് ആ വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. അപ്പോൾ ഹാഡിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി പ്രൊനൗൺസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഈ റിട്ടൺ എന്നുള്ളത് നമ്മൾ ഐ ഹാഡ് റിട്ടൺ എന്ന് പറയാറുണ്ട്, അത് തെറ്റാണ്. നമ്മൾ സ്പെല്ലിങ്ങിൽ ഡബ്ലിംഗ് ഉണ്ടാവുള്ളൂ, പ്രൊനൗൺസിയേഷനിൽ ഡബ്ലിംഗ് ഇല്ല എന്നുള്ളതാണ്. അതെന്ത് പറയരുത്? നമ്മൾ ഒരിക്കലും ഐ ഹാഡ് റിട്ടൺ എന്ന് പറയരുത്, ഐ ഹാഡ് റിട്ടൺ. റിട്ടൺ പറയുന്ന സമയത്ത് ഒരു ടിയെ വരാൻ പറ്റുള്ളൂ. സ്പീക്കിങ്ങിൽ ഡബ്ലിംഗ് ഇല്ല, സ്പെല്ലിങ്ങിൽ മാത്രമേ ഡബ്ലിംഗ് ഉള്ളൂ. അത് ഏത് കേസാണെങ്കിലും. ഇപ്പോൾ സ്റ്റോപ്പ് എന്നത് സ്റ്റോപ്പ്ഡ് ആകുമ്പോൾ ഡബിൾ പി വരുന്നുണ്ട് ഇല്ലേ. സ്പെല്ലിങ്ങിൽ സ്റ്റോപ്പ്ഡ് എന്ന് പറയുന്നത് സ്റ്റോപ്ഡ്. സ്റ്റോപ്ഡ് പറയുമ്പോൾ ഒരു പിയെ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അത് റൈറ്റിങ്ങിലാണ് ഡബ്ലിംഗ് ഉള്ളത് എന്നുള്ളത് പലർക്കും അറിയാത്ത ബേസിക് ആയിട്ടുള്ളൊരു സംഗതിയാണ്. എനിക്കറിഞ്ഞത് കൊണ്ട്, എനിക്ക് എൻ്റെ സാറ് പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ സാധിച്ചു, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ സ്വമേധയാ കണ്ടെത്തിയതുണ്ടാവാം, പല കാര്യങ്ങളും വായിച്ചെടുത്തതുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നത് ഒട്ടുമിക്ക സംഗതികളും ഒരു 50 അല്ലെങ്കിൽ 60% മൈ ടീച്ചേഴ്സ് അല്ലേ, എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ എന്നോട് പറഞ്ഞതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ പഠന കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആവുന്ന സ്വഭാവം കുറവായിരുന്നു, വീട്ടിൽ വായന കുറവായിരുന്നു, പക്ഷേ ക്ലാസ്സിൽ പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റേത് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ വേറെ കുറച്ച് ആളുകളുണ്ട്, ക്ലാസ്സിൽ അറ്റൻഡ് ആവില്ല, പക്ഷെ നല്ല വായനയുള്ള ആളുകളുണ്ടായിരുന്നു. ഫസ്റ്റിൽ ഐ റിമെമ്പർ വൺ ഗഫൂർ എന്ന് പറയുന്ന ചെക്കൻ എപ്പോഴും ക്ലാസ് പുറത്തായിരിക്കും, പക്ഷേ അവൻ ഒരുപാട് വായിച്ചു, നല്ല മാർക്ക് സ്കോർ ചെയ്തു, നല്ല നോളജ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇവനെന്താ ക്ലാസ്സിലിരിക്കാത്തത്,
പക്ഷേ നമ്മൾ ക്ലാസ്സിൽ പ്രസൻ്റ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നതിൻ്റെ ഏകദേശം 70% അല്ലെങ്കിൽ 60% എവിടെ നിന്നാണ് പഠിക്കുന്നത്? ക്ലാസ് റൂമിൽ പഠിക്കുന്നത്. ബാക്കി 40% ഹോം വർക്കിലൂടെയും വീട്ടിൽ നിന്നും നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ തന്നെ ഏകദേശം ഐ ബിലീവ് ഒരു 50% മിനിമം നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കും. ഇനി നിങ്ങൾ അഡീഷണൽ ആയിട്ട് വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ ബാക്കി 50% അല്ലെങ്കിൽ 40% ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഒരു ക്ലാസ് റൂമിൽ പ്രസൻ്റ് ആയിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ എവിടെ നിന്നാണ് പോയത്? ഡബ്ലിംഗ് ഇല്ല, പ്രൊനൗൺസിയേഷനിൽ ഡബ്ലിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതായത് റിട്ടേൺ എന്ന് പറയേണ്ട റിട്ടേൺ, ഡബ്ലിംഗ് ഇല്ല എന്നുള്ളതാണ്. ഡബ്ലിംഗ് ഇല്ല. ഓക്കെ. അപ്പോൾ പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഐ ഹാഡ് റിട്ടൺ എ നോവൽ. ഇത് ഞാൻ ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ട് ഇവിടെ റെക്കോർഡ് ആവില്ല അല്ലേ? ഇവിടെ ഇതുണ്ടല്ലോ അല്ലേ? ഇതുമില്ലേ തന്നെ? ആ ഇത് ഈ പോക്കറ്റിലില്ല, ഫുള്ള് ഫോണാണ്. ഇതിലെൻ്റെ ഫോണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, അതിൻ്റെ യൂസേജ് പറഞ്ഞു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഐ ഹാഡ് റിട്ടൺ എ നോവൽ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. ഹാഡ് പ്ലസ് V3 ആണ് അതിൽ വരിക എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ യൂസേജ് പറയണം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞല്ലോ പലർക്കും അറിയാത്തൊരു സംഗതിയാണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്, നമുക്ക് ചില കേസിൽ 2 പാസ്റ്റ് ഇവൻറ്റ്സ് ഒരേ സമയം പറയേണ്ടി വരും. പാസ്റ്റിൽ നടന്നിട്ടുള്ള 2 കാര്യങ്ങളെ നമുക്ക് ഒരേ സമയത്ത് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു സെൻറ്റൻസിൽ തന്നെ പറയേണ്ടി വരും. ഉദാഹരണത്തിന് എല്ലാ ക്ലാസ് റൂമിലും ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിന് പോയി. എത്തി എന്നുള്ളത് പാസ്റ്റാണ്, ട്രെയിന് പോയി എന്നുള്ളതും പാസ്റ്റാണ്. When I reached the railway station, the train had left. എത്തി എന്ന പാസ്റ്റിന് സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിച്ചത്. ട്രെയിന് പോയി എന്നതിന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? നമ്മൾ ടൈം ലൈൻ എടുക്കുകയാണെങ്കിൽ ടൈം ലൈനിലാണ് ഇത് ചെയ്യാം. ഇങ്ങനെ ഒരു ലൈൻ ഇടുക, ടൈം ലൈനാണെന്ന് വിചാരിക്കാം. സിമ്പിൾ പാസ്റ്റ് ഇവിടെ കിടക്കും, അതായത് ഞാൻ എത്തി എന്നുള്ളത് ഇവിടെ കിടക്കും. അതിൻ്റെ മുമ്പിലാണ് ഇത് കിടക്കുക, ഈ പിറക് ഈ മുമ്പല്ല, സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യം നടന്നത് ഈ മുമ്പിലാണ് ട്രെയിന് പോയി എന്നുള്ളത് കിടക്കുക. ട്രെയിന് പോയി ഹാഡ് ലെഫ്റ്റാണ്, പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ട്രെയിന് പോയി, ഞാൻ എത്തി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ടൈം ലൈനിൽ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്നലെ ഇന്ന് അല്ലെങ്കിൽ മിനിയാന്ന് ഇന്നലെ ഇങ്ങനെ വരികയാണ്, നടന്നു വരികയാണ്, ടൈം ലൈനിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടത് എന്താ? നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണോ ട്രെയിന് പോയതാണോ നിങ്ങൾ ആദ്യം കാണുക? ട്രെയിന് പോയി എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. അതിന് ശേഷമാണ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസ്റ്റ് ഓഫ് പാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്, ഏർലിയർ പാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ രണ്ടും പാസ്റ്റ് തന്നെയാണ്. ഏർലിയർ ആദ്യം നടന്ന പാസ്റ്റ് ഏതാണ്? ട്രെയിന് പോയി എന്നുള്ളതാണ് ഏർലിയർ പാസ്റ്റ്. അപ്പോൾ ഈ ഏർലിയർ പാസ്റ്റാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഏർലിയർ പാസ്റ്റ് ഒന്ന് പാസ്റ്റാണ്, ഒന്ന് ഏർലിയർ പാസ്റ്റാണ്. രണ്ടും പാസ്റ്റ് തന്നെയാണ്. ഏർലിയർ പാസ്റ്റിനെയാണ് എന്ത് പറയുക? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിന് പോയി. ട്രെയിന് പോയി എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. അതിന് ശേഷമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ആദ്യം നടന്നതിന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചു, പിന്നെ നടന്ന പാസ്റ്റിന് സിമ്പിൾ പാസ്റ്റും ഉപയോഗിച്ചു. ഇത് ഒരു യൂസേജാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ. അപ്പോൾ ടെൻസ് എന്നുള്ളതിൽ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് പ്രധാനമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഹെഡിങ് ആയിട്ട് വരുന്നത് പ്രോബബിൾ ഹാർഡ് സ്പോട്ട്സ് ഫോർ ESL ലേണേഴ്സ് എന്നുള്ളൊരു ടൈറ്റിലുണ്ട്. ESL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ESLും EFLും ഒക്കെ ഉണ്ട്. EFL പറഞ്ഞാൽ ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് എന്നുള്ള ആ കേസിലും EFL ഉപയോഗിക്കാറുണ്ട്, ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള കേസിൽ ഉപയോഗിക്കാറുണ്ട്. ESL കൊണ്ട് ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് മിക്ക കേസിലും ഒരു പക്ഷേ മദർ ടങ് തന്നെയാവും. അപ്പോൾ പ്രോബബിൾ ഹാർഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഹാർഡ് സ്പോട്ട് എന്ന വാക്ക് ഉപയോഗിച്ച് ഡിഫിക്കൽട്ടീസ്,
ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന നമ്മൾ, അതായത് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഹാർഡ് സ്പോട്ടുകൾ, ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുള്ള ഏരിയാസ് ആ സെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചത്. ഇതിലൊന്ന് വരുന്നത് കണ്ടീഷണൽസ് ആണ്. കണ്ടീഷണൽസൊക്കെ ഞാൻ ബോർഡില്ലാതെ പറഞ്ഞാൽ നോക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കണ്ടീഷണൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ടീഷണൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫ് ക്ലോസ് ആണ്. 3 ഇഫ് ക്ലോസുകളുണ്ട്. കണ്ടീഷണൽസ് എന്ന് പറയുമ്പോൾ 3 ഉണ്ട്. പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ ആൻഡ് ഇമ്പോസിബിൾ കണ്ടീഷണൽ എന്ന് പറയുന്ന 3 കണ്ടീഷണൽസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഇഫ് ക്ലോസുകളുണ്ട്. ഇത് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് വെച്ചാൽ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചറിലും ഡിഫറൻസ് ഉണ്ട്. ഞാൻ പഠിച്ചിരുന്നു, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, അതൊരു ഇഫ് ക്ലോസ് ആണ്. കണ്ടീഷണൽ എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു സംഗതി നടക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടീഷനുണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം എന്നുള്ള ഒരു സംഗതി നടക്കണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് കണ്ടീഷണൽ എന്ന് വിളിക്കുക. ഇത് ഇഫ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇതിനെ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നു. കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ് എന്നൊക്കെ വിളിക്കുന്നു. ഇത് 3 കേസിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് പഠിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്നുള്ളത് അതൊരു ഇഫ് ക്ലോസ് ആണ്. ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നുണ്ട്, പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഒക്കെ കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിലും ആ കേസിലും പറയാറുണ്ട്. അത് രണ്ടാമത്തേത് സെക്കൻഡ് ടൈപ്പ് അല്ലെങ്കിൽ ഇംപ്രോബബിൾ കണ്ടീഷണൽ എന്നാണ് വിളിക്കുക. മൂന്നാമത്തതിനെ തേർഡ് ടൈപ്പ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ, അസാധ്യമാണ്, ഇമ്പോസിബിൾ കണ്ടീഷണൽ എന്നാണ് വിളിക്കുക. ഒന്നാമത്തതിന് പ്രോബബിൾ കണ്ടീഷനാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം എക്സാം കഴിഞ്ഞിട്ടില്ല, നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഏകദേശം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. കണ്ടൻറ്റ് വെച്ച് നോക്കുമ്പോൾ അതിലുള്ള സമയമുണ്ട്. ഞാൻ ഒരു പേപ്പർ 4 ദിവസം കൊണ്ട് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ സമയം എന്തായാലും എക്സാമിന് വേണ്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, റൈറ്റ്. അതിൽ ഡിഫറൻസ് ഉണ്ട്, എനിക്കറിയാതെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ, കണ്ടീഷണൽ പറഞ്ഞു, 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ടൈപ്പിനെ നന്നായിട്ട് കേട്ടോളൂ കേട്ടോ, സൗണ്ട് കുറയുന്നുണ്ടാവും ഒരു പക്ഷേ, ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തേതിനെ പ്രോബബിൾ കണ്ടീഷൻ എന്ന് വിളിക്കും, രണ്ടാമത്തേതിനെ ഇംപ്രോബബിൾ കണ്ടീഷൻ, മൂന്നാമത്തേതിനെ ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് വിളിക്കും. മീനിങ്ങുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ പ്രോബബിൾ കണ്ടീഷണലാണെങ്കിൽ എക്സാം വരുന്നതേ ഉള്ളൂ. അത്തരം കേസിലൊക്കെ നമ്മൾ പറയാറുണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്ന് പറയാറുണ്ട്. അത് നമ്മൾ പ്രോബബിൾ കണ്ടീഷണലാണ് പറയാം. എന്നാൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്, പഠിച്ചിരുന്നുവെങ്കിൽ കിട്ടിയേനേ എന്നൊക്കെ പറയില്ലേ, അതാണ് എവിടെ കിടക്കുന്നത്, മറ്റതിലൊക്കെ കിടക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ വരച്ചാലും ഞാൻ പറയാം. ഒറ്റ എക്സാമ്പിൾ പറയാം, ബാക്കി നിങ്ങൾ നേടിയെടുത്താൽ മതി. അല്ലെങ്കിൽ 3ൻ്റെയും കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു തരാം. പ്രോബബിൾ കണ്ടീഷനിലാവുമ്പോൾ നമുക്ക് എന്തുണ്ട് അറിയാം, ഈ ഇഫ് ക്ലോസിൽ എന്തുണ്ട്, ഈ കണ്ടീഷണൽ സെൻറ്റൻസിൽ 2 ക്ലോസുകൾ ഉണ്ടാവും. ഇഫ് ക്ലോസ് ഉണ്ടാവും. ഞാനിതിങ്ങനെ ഇങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണ്, എൻ്റെ പ്രാക്ടീസാണ്. കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള സംഗതിയാണ്. വർഷങ്ങളായിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് കയറിയത് അന്ന് മുതൽ എടുക്കാൻ തുടങ്ങിയ ഒരു സംഗതിയാണ് എന്ത്, ഈ ടെൻസും പാസീവ് വോയിസും. ഇത് മാറുന്നില്ലല്ലോ. ടെക്സ്റ്റ് മാറുമ്പോൾ അതിലെ സ്റ്റോറീസും ഡ്രാമാസേ മാറുള്ളൂ. അതിലെ ഗ്രാമർ പറഞ്ഞാൽ സെയിമാണ്, പാസീവ് വോയിസ് സെയിമാണ്, ഡയറക്റ്റ് സ്പീച്ച് സെയിമാണ്, അല്ലെങ്കിൽ കണ്ടീഷണൽ സെയിമാണ്. അതൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയും റെഫർ ചെയ്യേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഓക്കെ, റൈറ്റ്. കണ്ടീഷണൽ ഫസ്റ്റ് ടൈപ്പ്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്, അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക് എന്ന് പറയുന്ന സെൻറ്റൻസ്, അത് പ്രോബബിൾ കണ്ടീഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസിൽ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയും, ഇഫ് യു സ്റ്റഡി അവരുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരം കണ്ടീഷണൽ സെൻറ്റൻസിൽ 2 ഭാഗങ്ങളുണ്ടാവും. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന ഒരു ഭാഗവും യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗവുമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത്, അതായത് ഇഫ് വരുന്ന ഇഫ് ക്ലോസിൽ ഇഫുള്ള ഭാഗത്ത് യു സ്റ്റഡി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്, വിൽ ഗെറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. മറ്റേ പാർട്ടിൽ സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ക്ലോസിൽ യു വിൽ ഗെറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് വിൽ ഗെറ്റ് ആവും, ഷോൾ ഗെറ്റ്, ചിലപ്പോൾ ക്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി രണ്ടാമത്തേതിലാവുമ്പോൾ, രണ്ടാമത്തെ ടൈപ്പിലാവുമ്പോൾ, അതായത്
പ്രോബബിൾ, ഇംപ്രോബബിൾ ആവുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിന് പകരം സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ എന്നാവും. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് എന്തായിട്ട് മാറും? ഇഫ് യു സ്റ്റഡീഡ് വെൽ എന്നായിട്ട് മാറും. ഇനി വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? വിൽ ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ഫോം എന്താ? വുഡ് ഗെറ്റ് എന്നുള്ളതാണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് ഗെറ്റ് എ ഗുഡ് മാർക്ക്. വിൽ ഗെറ്റ് എന്ന് വുഡ് ഗെറ്റ് ആവും. വിൽ ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് വുഡ് ഗെറ്റാണ്. ഗെറ്റിനെ പിടിച്ചിട്ട് ഗോട്ടാക്കരുത്, കുട്ടികൾ തെറ്റിക്കാറുണ്ട്. വിൽ ഗെറ്റിന് ഒറ്റൊരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെ മാറ്റുമ്പോൾ വുഡ് ഗെറ്റ് എന്നായിട്ട് മാറും. ഇനി അടുത്തത്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് ഗോട്ട്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. മറ്റതിൽ വുഡ് ഹാവ് ഗോട്ട് എന്നാണ് വരിക. വുഡ് ഹാവ് കോമൺ ആയിട്ട് വരും. പിന്നെ ഗോട്ട് എന്ന് പറഞ്ഞാൽ V3 അല്ലേ, മൂന്നാമത്തെ രൂപം. ഇങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരിക. ടെക്സ്റ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടീഷണൽസ് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി, 3 ടൈപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി, സ്ട്രക്ചർ മനസ്സിലായി, അതിൻ്റെ മീനിങ്ങും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൽ വരുന്നത് പാസീവ് കൺസ്ട്രക്ഷൻ എന്നുള്ള സംഗതിയാണ്. അടുത്തത് പാസീവ് കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു സംഗതിയാണ്. ഈ പാസീവ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പാസീവ് കൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് ആക്റ്റീവ് വൊക്കാബുലറിയും പാസീവ് വൊക്കാബുലറി അല്ല. ഇവിടെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഫോം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആക്റ്റീവ് സെൻറ്റൻസും പാസീവ് സെൻറ്റൻസുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതായത് കർത്തരി പ്രയോഗവും കർമ്മിണി പ്രയോഗവും അല്ലേ, എന്നല്ലേ. ഒന്നിന് ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ കർത്താവിനാണ്, പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്കാണ് പ്രാധാന്യം വരുന്നത്. പാസീവ് വോയിസ് ആകുമ്പോൾ ഒബ്ജക്റ്റിന്, കർമ്മത്തിനാണ് പ്രാധാന്യം വരിക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു എക്സാമ്പിൾ. പൂച്ച പാൽ കുടിക്കുന്നു, അത് ആക്റ്റീവ് വോയിസ് ആണ്. ആരാണ് കർത്താവ്? പ്രവൃത്തി ചെയ്യുന്ന ഡൂവർ ആരാണ്? പൂച്ചയാണ്, ക്യാറ്റാണ്. ഇവിടെ ക്യാറ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്, പൂച്ച പാൽ കുടിക്കുന്നു. ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത്? പൂച്ചക്കാണ്. ഇനി നോക്കൂ, പാസീവ് വോയിസ് ആകുമ്പോൾ മിൽക്ക് ഈസ് ഡ്രങ്ക് ബൈ ക്യാറ്റ്. മിൽക്ക് ഈസ് ഡ്രങ്ക് എന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് മിൽക്കിന്, പാലാണ് കുടിച്ചത്, അല്ലാതെ ചായ അല്ല എന്ന്. ഓക്കെ, അത്തരം അതിന് പാലിന്, മിൽക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുമ്പോൾ നമ്മൾ പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുക. ഡൂവറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എങ്കിൽ, മറിച്ച് ഒബ്ജക്റ്റ് ആവുന്ന കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്കിൽ നമ്മൾ അവിടെ പാസീവ് ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ പാസീവ് വോയിസിൻ്റെ ഉപയോഗം കൂടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് എന്നുള്ളത് ആക്റ്റീവ് വോയിസും അതിൻ്റെ പാസീവ് എങ്ങനെയാണ്? മിൽക്ക് ഈസ് ഡ്രങ്ക് ബൈ ക്യാറ്റ്. പാല് പൂച്ചയാൽ കുടിക്കപ്പെട്ടു എന്ന് പറയുന്നത് പാസീവ് വോയിസും ആണ്. ഒന്ന് മനസ്സിലാക്കുക. ഇനി ഓരോ ടെൻസ് വരുമ്പോഴും, ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് എന്ന് പറയുന്നത് ഏതാ ടെൻസ്? ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് എന്ന് പറയുന്നത് ഏതാ ടെൻസ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. അതുപോലെ എന്തുണ്ടാവും? ഓരോ ടെൻസിൻ്റെയും പാസീവ് കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ, അത് 12 പറയുകയാണെങ്കിലേ. ഓക്കെ റൈറ്റ്. ഇപ്പോൾ എനിക്ക് ബേസ് കിട്ടിയല്ലോ. പാസീവ് കൺസ്ട്രക്ഷൻ എന്താണ്, എന്തിനാണ് എന്നുള്ളത് പിടികിട്ടി അല്ലേ? അത്ര മതി കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടീഷണൽസ് പറഞ്ഞു, പാസീവ് കൺസ്ട്രക്ഷൻ പറഞ്ഞു. ഇനി പങ്ക്ച്വേഷൻസ് ആണ്. പങ്ക്ച്വേഷൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഗ്രാമറിൽ നമ്മൾ പാസീവ് വോയിസും കണ്ടീഷണൽസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പങ്ക്ച്വേഷനിൽ എത്തിയിട്ടുണ്ട്. പങ്ക്ച്വേഷൻ കുറച്ചേ ഉള്ളൂ, പറയാൻ കുറച്ചേ ഉള്ളൂ, പഠിക്കാൻ ഒരുപാടുണ്ടാവും. ടെക്സ്റ്റിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ഐ നോ. കുറച്ചേ ഉള്ളെന്ന് വെച്ചാൽ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് അല്ലേ. സ്പീക്കിങ്ങിൽ നമ്മൾ പങ്ക്ച്വേഷൻ എങ്ങനെ വരിക വെച്ചാൽ നമ്മുടെ പോസാണ് പങ്ക്ച്വേഷനായിട്ട് വരുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ പോസും ഇൻറ്റോണേഷനും ഒക്കെയാണ് എന്തായിട്ട്, ആ ഒരു ഇൻറ്റോണേഷൻ, സ്ട്രെസ്സ്, പോസ്, ഇതാണ് സ്പീക്കിങ്ങിലെ പങ്ക്ച്വേഷൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ പോസ് എവിടെ വരുത്താൻ കഴിയില്ല? എയ്ത്തിൽ നമുക്ക് വരുത്താൻ കഴിയില്ല. അപ്പോൾ എയ്ത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? ഇതിന് പകരമായിട്ട് പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കേണ്ടി വരും. പങ്ക്ച്വേഷൻ മാർക്സിന് എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻ മാർക്ക്.
ഇപ്പോൾ കേൾക്കുന്നില്ലേ? ആർക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതാ കംഫർട്ടബിൾ തോന്നുന്നു. എനിക്ക് കുറച്ച് മുമ്പോട്ട് വരാം. ആ ആയിക്കോട്ടെ. ഇത് എനിക്ക് കുറച്ചും കൂടെ റീസൺ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകണ ബുദ്ധിമുട്ടുണ്ടോ? എന്നെ കാണുന്നില്ല? എന്നെ കണ്ടതല്ലേ? ഇതാവുന്ന കണ്ടു വെച്ചോളൂ ആദ്യം. നീ സൗണ്ട് കേട്ടാൽ മതി. യെസ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യാറിയോ? ടീച്ചർ എവിടെ നിൽക്കേണ്ടത്? പണ്ടത്തെ മെത്തഡോളജി അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അരോ വരയ്ക്കുക, ആ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു അരോ വരയ്ക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടിയും ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇവിടെ നിൽക്കുക, എന്നിട്ട് ക്ലാസ് എടുക്കുക. ഇങ്ങനൊരു സങ്കല്പം, പുരാതന സങ്കല്പം ഉണ്ടായിരുന്നു. ഇതല്ല, ഇത് തെറ്റാണ്. ടീച്ചറിൻ്റെ സ്ഥലം എവിടെ വെച്ചാൽ ടീച്ചറിൻ്റെ സ്ഥലം ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് ടീച്ചർ റൊട്ടേറ്റ് ചെയ്യാണ്. മോസ്റ്റ് പ്രോബബ്ലി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്ന സമയത്ത് ടീച്ചർ എവിടെ നിൽക്കേണ്ടേ? എല്ലാ കുട്ടികളുടെയും മുമ്പ് നിന്നിട്ടാണ് സംസാരിക്കേണ്ടത്. അതേ സമയത്ത് ടീച്ചർക്ക് എന്ത് ചെയ്യാം? എങ്ങോട്ടും പോവുകയും ചെയ്യാം. ടീച്ചർ ഹാസ് നോ സ്പെഷ്യൽ ഓർ സ്പെസിഫിക് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം എന്നുള്ളതാണ് ന്യൂ ഐഡിയോളജി. ഓക്കെ, റൈറ്റ്. നമ്മളിപ്പോൾ എവിടുന്ന പോയത്? പങ്ക്ച്വേഷൻ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോസാണ് പങ്ക്ച്വേഷനായിട്ട് വരുന്നത്. ഇനി റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ ത്രൂ റൈറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കണം. അതിന് എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻ മാർക്ക്, കോമ, ഫുൾ സ്റ്റോപ്പ്, ഹൈഫൻ, കോളൻ, സെമി കോളൻ. ഈ കോളനും സെമി കോളനും നല്ല രസമാണ്. കുട്ടികളോട് കുട്ടിയെ കോളൻ അറിയും, എന്ത് വാട്ട്സ് ആയിരുന്നു ചോദിക്കും. നമുക്ക് എന്തേ അറിയുള്ളൂ? ക്വസ്റ്റ്യൻ മാർക്ക് അറിയാം, ഫുൾ സ്റ്റോപ്പ് അറിയാം, കോമ അറിയാം, ഇത്രയൊക്കെ അറിയാം. അതിന് മേലോട്ടൊന്നും നമുക്കറിയില്ല. കോളന് കുട്ടികൾക്ക്, പല കുട്ടികൾക്ക് അറിയില്ല. സെമി കോളൻ എന്നൊക്കെ പറയും നമ്മൾ. കുട്ടിയെ സെമി കോളൻ എന്ത് സാർ, അതെങ്ങനെയെന്ന് ചോദിക്കും കുട്ടികൾ. കാരണം ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ഉപയോഗം നമുക്ക് അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പോസും ഇൻറ്റോണേഷനും റിതമും സ്ട്രെസ്സൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് കഴിഞ്ഞ പേപ്പർ എടുത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ സംഗതിയാണ് അല്ലേ? അതുപോലെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ എഴുതുന്ന സമയത്ത് പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കണം എന്നുള്ളത്. എക്സ്ക്ലമേഷൻ മാർക്ക് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ പങ്ക്ച്വേഷനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഈ വക കാര്യങ്ങൾ. ഇതിൽ രസം, ഈ കോമ എന്നുള്ള 2 രസങ്ങളുണ്ട്. ഒരു രസം എന്താണെന്ന് വെച്ചാൽ പിന്നെ കോമ 2 വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. ഹി ഫെൽ കോമ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് എന്നുള്ള അർത്ഥമുണ്ട്. കോമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്. അതിൻ്റെ സ്പെല്ലിംഗ് എന്താ അറിയോ? ആ കോമൻ്റെ സ്പെല്ലിംഗ് ആണ് COMA. അവിടെ സിംഗിൾ എം എ ഉണ്ടാവുള്ളൂ. സിംഗിൾ എം, COMA, സിംഗിൾ എം ഉപയോഗിക്കുമ്പോൾ ആ കോമ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്, ബോധാവസ്ഥ, കോൺഷ്യസ്. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രിഫിക്സ് ആയിട്ടുള്ള UN ചേർത്തപ്പോൾ അൺകോൺഷ്യസ് കിട്ടി, അബോധാവസ്ഥയാണ് അല്ലേ? നിങ്ങൾ ഫ്രോയിഡിൻ്റെ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ അതിൽ വരുന്നുണ്ട് കോൺഷ്യസ് ലെവല്, സബ് കോൺഷ്യസ് ലെവല്, അൺകോൺഷ്യസ് ലെവല്. ടീച്ചിങ്ങിലൊക്കെ പഠിക്കേണ്ട സംഗതിയാണ് ഫ്രോയിഡിയൻ സൈക്കോളജി അല്ലേ? കോമൻ്റെ ഒരു രസം മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ 2 കോമ ഉണ്ട്. അതായത് നിങ്ങൾ നമ്മുടെ കോമക്ക് പകരം നിങ്ങൾ സിംഗിൾ എം ആണ് ഉപയോഗിച്ചതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അൺകോൺഷ്യസ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. നമ്മുടെ കോമയുടെ സ്പെല്ലിംഗ് എന്താണ്? MA, MM വരുന്നുണ്ട് കേട്ടോ. ഇനി മറ്റൊരു രസം, കോമ ക്യാൻ കിൽ എ പേഴ്സൺ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കുട്ടികളെ ക്ലാസ് റൂമിൽ പങ്ക്ച്വേഷൻ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു രസമാണ്, ഹലോ മക്കളെ, നിങ്ങൾക്കറിയാം നമ്മളിടുന്ന കോമ ഉണ്ടല്ലോ, ആ കോമക്ക് ഒരു വ്യക്തിയെ വരെ കൊല്ലാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾ എഴുതിയോളൂ. നിങ്ങൾ എഴുതണം എന്നല്ലേ ശ്രദ്ധിച്ചാലും മതി, എഴുതിയാലും മതി. എങ്ങനെയാണെങ്കിലും എഴുതിക്കോളൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാം. എഴുതിക്കോളൂ കേട്ടോ. ഡോണ്ട് കിൽ ഹിം, ഡോണ്ട് കിൽ ഹിം. എഴുതിയാ? ഡോണ്ട് കിൽ ഹിം. സോറി, പറഞ്ഞതിൽ മാറിയിട്ടുണ്ട്. കിൽ ഹിം നോട്ട് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഡോണ്ട് കിൽ ഹിം എന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? കിൽ ഹിം നോട്ട് എന്ന് എഴുതും. കിൽ ഹിം നോട്ട് എഴുതിയാ? കിൽ ഹിം നോട്ട്, അവനെ കൊല്ലരുത്. കിൽ ഹിം നോട്ട്, കോമ, ലെറ്റ് ഹിം ഗോ. കോമ ഇട്ടിട്ട് ലെറ്റ് ഹിം ഗോ. ഇനി 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 അടുത്ത സെൻറ്റൻസിൽ നിങ്ങൾ എഴുതേണ്ടത് കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. നോട്ട് ലെറ്റ് ഹിം ഗോ. അതായത് കോമ ഇടുമ്പോൾ പിന്നെ അടുത്ത സംഗതിക്ക് നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. പുതിയൊരു സെൻറ്റൻസ് വരുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പിന്നെ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ടത്. പങ്ക്ച്വേഷനിൽ വരുന്ന സംഗതി തന്നെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എവിടേക്ക് ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാവർക്കും തെറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളതിന് നമുക്ക് അറിയാഞ്ഞിട്ടല്ല, നമ്മളത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലേ, നമുക്കറിയാത്ത പ്രശ്നമല്ല, അതിപ്പോൾ ഒരു ക്യാപിറ്റൽ അല്ല, അതിലിപ്പോൾ എന്താ എന്നുള്ളൊരു സങ്കല്പമാണ്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പേപ്പറിലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കോമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിക്കില്ല, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്യാപിറ്റൽ ഉപയോഗിക്കുക. ഇനി ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് പിടികിട്ടില്ലേ? ആ കോമ നമ്മളൊന്ന് മാറിയാൽ എന്താണ്, ഒരാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം പറഞ്ഞത് ഇതായിരിക്കും, കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അതിങ്ങനെ ആ ഫ്ലുവൻറ്റിൽ ഒറ്റടിക്കാട് പറഞ്ഞപ്പോൾ കുട്ടികൾ എഴുതിയ സമയത്ത് കോമ ഇട്ടത് കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ആ കോമ ഒന്ന് ഇങ്ങോട്ട് മാറിയാൽ എന്തായി, ആൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കോമയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന നല്ലൊരു എക്സാമ്പിളാണ് ഇതും. എൻ്റെ സാർ എനിക്ക് പറഞ്ഞു തന്നതാണ്, ഞാനവിടെ ഫീഡ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ഇത് തന്നെയാണ്. ഓക്കെ, സൂപ്പർ ബൈല്ലേ, പൊളിച്ചോ? റൈറ്റ്, പൊളി റൈറ്റ്. അപ്പോൾ ക്ലാസ് റൂം അങ്ങനെ പൊളിക്കണം നമ്മൾ ട്ടാ, ഇങ്ങനെ ഒരു അല്ലേ, ഇത് പൊളിക്കണം. അപ്പോൾ കുട്ടികൾക്ക് പറയുന്ന ആളുകൾക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എനിക്കെൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗണ്ടൊക്കെ കൂടും, എന്താ അറിയില്ല, ഇതില്ലാത്ത കുറവൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു ഇതിനേക്കാൾ എത്ര നീളമുണ്ട് ആ ക്ലാസ് റൂം, എന്താ അറിയില്ല. 2 ക്ലാസ് എടുത്തപ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്താ അറിയില്ല, ചെറിയൊരു അസ്വസ്ഥത ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ വോക്കൽ കോഡ്സ് ഒക്കെ പറഞ്ഞില്ലേ,